IAPHന്റെ 1648 വെബിനാർ ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് ഹോമിയോപ്പതി വിദ്യാർത്ഥികളും ഡോക്ടർമാരും ഹോമിയോപ്പതി സ്നേഹികളുമാണ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഈ വേദിയിൽ ചർച്ച ചെയ്യുന്നത്. കുട്ടികളിൽ രാത്രി ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള മൂത്രച്ചൊരിച്ചിൽ, അല്ലെങ്കിൽ മൂത്ര ഒഴിക്കൽ, അല്ലെങ്കിൽ അനിയന്ത്രിതമായിട്ടുള്ള മൂത്രം പോക്ക്, ഇതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ വേദിയിലുള്ള എല്ലാവരും ഈ ചർച്ചയിൽ പങ്കെടുക്കണമെന്നും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ അനുഭവങ്ങളും ഈ വേദിയിൽ പങ്കുവെക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് ഈ വിഷയം വളരെ ലളിതമാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെ എല്ലാ ക്ലിനിക്കുകളിൽ സാധാരണ രോഗികൾ വരുമ്പോൾ മിക്കവാറും അമ്മമാരും അല്ലെങ്കിൽ പേരൻസ് പറയുന്നൊരു പരാതിയാണ്, ഡോക്ടറെ ഞങ്ങൾ മടുത്തു, ഇവന് ഇങ്ങനെ എപ്പോഴും രാത്രി മൂത്രം ഒഴിക്കലാണ്. എന്താ കാര്യമെന്ന് അറിയില്ല. വെള്ളം ഞങ്ങൾ ഒത്തിരി വെള്ളം കൊടുക്കുമ്പോഴും വെള്ളം കുടിക്കാതിരുന്നാലും മൂത്രമൊഴിക്കും. അത് ചെറിയ കുട്ടികൾ മുതൽ വലിയ കുട്ടികൾ വരെ. അപ്പം ചെറിയ കുട്ടികളെന്ന് പറയുമ്പോൾ ഷൈല ഡോക്ടറെ കാണാതിരുന്നുകൊണ്ട് ഞാനിവിടെ ഇരുന്ന് വിയർക്കുകയായിരുന്നു. ചെറിയ കുട്ടികൾ എന്ന് പറയുമ്പോൾ സാധാരണ ചെറിയ കുട്ടികളാകുമ്പോൾ ഒരു 2 മണിക്കൂർ ഗ്യാപ്പിട്ടൊക്കെ കുഞ്ഞുങ്ങൾ മൂത്രമൊഴിക്കുകയും അമ്മമാരെ തുടയ്ക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ചില കുട്ടികൾക്ക് ഫ്രീക്വന്റ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ അത് വലിയ പ്രശ്നമായിട്ട് മാറും. അങ്ങനെ കുട്ടികളിൽ ഇങ്ങനെ അറിയാതെ മൂത്രം പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയെ നമ്മൾ നൊക്ടേണൽ എന്യൂറിസിസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥയിൽ സാധാരണഗതിയിൽ പലപ്പോഴും എല്ലാവരും ഇത് നിയന്ത്രിക്കാൻ പറ്റാത്തവരോട് ഡയപ്പറൊക്കെ ഉപയോഗിച്ച് ഒത്തിരി പ്രശ്നങ്ങൾ, ഫംഗസ് ഇൻഫെക്ഷനൊക്കെ വരികയും അതിൻ്റെ ഭാഗമായിട്ട് അവർ ഡോക്ടറെ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, ഇതെന്താണ് കാരണം. പല കുട്ടികളിലും, എന്നാൽ കുറച്ചുകൂടെ മുതിർന്ന ഒരു 2-3 വയസ്സിന് ശേഷമുള്ള കുട്ടികളാണെങ്കിൽ കുറേ മാറ്റങ്ങൾ വേറെയും വരും. കുറച്ചുകൂടെ കുട്ടികൾ മുതിർന്നു വരും തോറും 5 വയസ്സിന് ശേഷമാണെങ്കിലാണ് നമുക്കത് വലിയ പ്രശ്നമാകുന്നത്. കാരണം അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ് കാരണമെന്ന്, അത് ശീലമാണെന്ന് പലരും പറയും. ശീലമല്ല, പക്ഷേ മിക്കവാറും എന്തെങ്കിലും ഭയപ്പാടോ ടെൻഷനോ അല്ലെങ്കിൽ വിഷമോ സങ്കടമോ സ്വപ്നം കണ്ടോ ഒക്കെ ആവാം ഇങ്ങനെ ഉണ്ടാകുന്നത്. പിന്നെ അതുപോലെ തന്നെ അവയവത്തിലുണ്ടാകുന്ന എന്തെങ്കിലും മൂത്ര സംബന്ധമായ രോഗം, നിരന്തരമായിട്ട് ആ ഭാഗത്ത് ചൊറിച്ചിൽ, ഇതൊക്കെ വരുമ്പോഴും കുട്ടികളിങ്ങനെ മൂത്രമൊഴിക്കാറുണ്ട്. അതുപോലെ തന്നെ അറിയാതെ വയറ്റിൽ പോകുന്ന സമയത്തും ഇങ്ങനെ മൂത്രമൊഴിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം പക്ഷെ ഒരു പരിധിക്ക് അപ്പുറമാകുമ്പോഴാണ് രോഗാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രോഗാവസ്ഥ കൂടുന്നതനുസരിച്ച് അതിന് ചികിത്സ ആവശ്യമുണ്ട്. നമ്മൾ ഹോമിയോപ്പതിയിലാകുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ സമയത്തും ആ രോഗി എന്താണോ ഇങ്ങനെ വരുന്നത് അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇതിന് ചികിത്സ തീരുമാനിക്കുന്നത്. ഒരിക്കലും ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇതുപോലെ തന്നെ മൂത്രച്ചൊഴിച്ചിലുമായിട്ട് വന്നു. അപ്പം നമ്മൾ ചോദിച്ചു വരുമ്പോൾ ഈ കുട്ടി ഒരു 5 വയസ്സായപ്പോൾ തൊട്ടാണ് ഇത് കൂടുതലായിട്ട് തുടങ്ങിയെന്ന് പറഞ്ഞത്. അപ്പം 5 വയസ്സല്ല, 10 വയസ്സായപ്പോഴാണ്. ഈ 10 വയസ്സായപ്പോഴെന്ന് പറഞ്ഞാൽ ഈ കുട്ടി 5ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പം 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്താ സംഭവിച്ചു വെച്ചാൽ, ഈ കുട്ടിക്ക് ആ സമയത്താണ് ഒരു ഇളയ കുട്ടി ഉണ്ടാകുന്നത്, അനിയത്തി ഉണ്ടാകുന്നത്. അപ്പം ഈ കുട്ടിക്ക് കിട്ടിക്കൊണ്ടിരുന്ന സ്നേഹം മുഴുവൻ ഈ അനിയത്തി കുട്ടിയിലോട്ട് പോകുന്നു എന്നുള്ള ഒരു തോന്നൽ ഈ കുട്ടിയുടെ മനസ്സിൽ കയറിപ്പറ്റുകയും അതിൻ്റെ ഭാഗമായി ഈ കുട്ടിക്ക് ഒത്തിരി വിഷമം ഉണ്ടാകുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുട്ടിക്ക് ഇങ്ങനെ ഉണ്ടാകാൻ തുടങ്ങിയത്. അപ്പം നമ്മുടെ ഹോമിയോപ്പതിക് മെഡിസിൻ നമുക്കറിയാമല്ലോ, നമ്മൾ വീട്ടിൽ അന്യനാകുന്ന ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ ഞാനൊരു ഓർഫനാണെന്നുള്ള തോന്നൽ വരുന്ന ഒരവസ്ഥയാണ്. അങ്ങനെയുള്ളൊരവസ്ഥയിൽ ആ ഒരു രീതിയിലാണ് നമ്മൾ ഹോമിയോപ്പതി അതിനെ കാണുകയും അതനുസരിച്ചാണ് നമ്മൾ മെഡിസിൻ കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മെഡിസിനാണ് നമ്മൾ കൊടുത്തത്. ഈ മെഡിസിനൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ക്രമേണ ഈ കുട്ടിയുടെ ഈ മൂത്രമൊഴിക്കൽ മാറുകയും അതിൻ്റെ ഭാഗമായിട്ട് ആ കുട്ടി പിന്നെ വലിയ പ്രശ്നങ്ങളില്ലാതെ പോവുകയും ചെയ്തു. എന്നാൽ
പിന്നീട് ഒരിക്കലൊരു മുതിർന്ന അതായത് കല്യാണപ്രായമായ ഒരു കുട്ടി ഇതുപോലെ ക്ലിനിക്കിൽ വരുമ്പോഴും അവരും ഇത് തന്നെയാണ് പറഞ്ഞത്, ഡോക്ടറെ ഇതെങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി തരണം, അവിടെ കല്യാണമൊക്കെ നിശ്ചയിച്ച് ഇത് കാരണം ഞങ്ങൾ കല്യാണം നിശ്ചയിക്കാനേ പറ്റുന്നില്ല, എന്താ ചെയ്യുക? അപ്പൊ അങ്ങനെ പറയുമ്പോഴും നമ്മളവിടെ ഇതേ ഇത് തന്നെയാണ് ചെയ്തത്. കേസ് പഠിക്കുക. അപ്പൊ കേസ് പഠിക്കുമ്പോൾ ഇതിൽ എന്താണ് എൻ്റെ കാരണമെന്ന് മനസ്സിലാക്കുക. ഈ കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മെഡിസിൻ ഹോമിയോപ്പതിയുടെ മെത്തേഡ് എന്താണോ ആ മെത്തേഡിൽ തന്നെ പോവുകയാണെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ ആ കുട്ടിയുടെ കേസിലും നമുക്ക് അതുപോലെ തന്നെ ഹോമിയോപ്പതിയുടെ മരുന്നുകൾ കൊണ്ട് തന്നെ റിക്കവറി വരികയും ആ കുട്ടിയുടെ കല്യാണം നല്ല രീതിയിൽ നടത്തുകയും അതിനുശേഷം ആദ്യം ആ കുട്ടിക്ക് അവിടെ ചെന്നപ്പോൾ 1-2 പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായി. അത് എന്താ വെച്ചാൽ ആ കുട്ടിക്ക് ഭയങ്കര ഭയപ്പാടുള്ളൊരു കുട്ടിയായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഉണ്ടായത്. പക്ഷെ പിന്നീട് അതങ്ങ് മാറി ആ കുട്ടി സാധാരണ ഒരു നല്ല കുടുംബിനിയായിട്ട് മാറുകയും ചെയ്തു. അപ്പൊ ഇതൊക്കെയാണ് ഹോമിയോപ്പതി ഇങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിന്റെ ആമുഖം അവസാനിപ്പിക്കുകയാണ്. ഇനി ശ്രീധരക്കുറുപ്പ് സാറും മറ്റുള്ള എല്ലാവരും ഉണ്ട്, മനോജ് ഡോക്ടർ എല്ലാവരും ഉണ്ട്, ശൈല ഡോക്ടർ ഉണ്ട്. ഓക്കെ, നന്ദി ധനേഷ് ഡോക്ടറെ. എന്താണ് കുട്ടികളിൽ അറിയാതെ രാത്രിയിൽ ഉണ്ടാകുന്ന മൂത്രമൊഴിക്കലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ ഡോക്ടർ പ്രസന്റ് ചെയ്തു. ഇനി അതുപോലെ തന്നെ മറ്റുള്ള ഡോക്ടേഴ്സ് എല്ലാം ഈ ചർച്ചയിൽ സജീവമായി പങ്കെടുക്കുവാൻ റെഡിയായിരിക്കുക. എല്ലാവരും തന്നെ അവരവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം. അപ്പോഴേക്കും നമുക്ക് മനോജ് ഡോക്ടറിലേക്ക് പോകാം. മനോജ് ഡോക്ടർക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. നന്ദി ശൈല ഡോക്ടറെ. ഇപ്പൊ ഈ ഒരു സബ്ജക്റ്റ് യഥാർത്ഥം സൂചിപ്പിക്കുന്ന ഹോമിയോപ്പതിയുടെ പ്രായോഗികതയാണ്. ടോട്ടലി പ്രാക്ടിക്കൽ സിസ്റ്റം മെഡിസിൻ ആണ്. ടെക്നിക്കാലിറ്റീസ് ഒന്നുമില്ല. എന്താ പ്രോബ്ലം, എന്താ ഫീൽ ചെയ്യുന്നത്, അതിന് മരുന്ന് കൊടുക്കുകയാണ്. കൂടുതൽ സാങ്കേതികത്തിലേക്ക് പോകുന്നതിന് പകരം നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ഒരു കേസ് കുട്ടി അല്ലെങ്കിൽ മുതിർന്ന ഒരു ലേഡിയാണ്. പക്ഷെ അവര് പറഞ്ഞതെന്ന് വെച്ചാല് ഈ മൂത്രം ഒഴിക്കുന്ന സ്വപ്നം കാണും, മൂത്രം ഒഴിക്കും. അപ്പോഴത്തേക്ക് ഉണർന്നു നോക്കുമ്പോഴത്തേക്ക് കട്ടിൽ കഴിഞ്ഞ് നടക്കും. ഒരു പ്രായമുള്ള 10-12 വയസ്സുള്ള കുട്ടിയാണ്. അപ്പൊ ഞാൻ ക്രിയോസോട്ടാണ് മെഡിസിൻ. ക്രിയോസോട്ട് നല്ല വ്യത്യാസം വന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് കേസുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോർമലി പറയുന്നത് 5 വയസ്സിൽ താഴെ, 3 വയസ്സിലോ 5 വയസ്സിലോ താഴെയുള്ള കുട്ടികളിലാണ് കിടന്ന് മൂത്രമൊഴിക്കുക, അല്ല അതിന് മേളിലുള്ള കുട്ടികളിലാണ് കിടന്ന് മൂത്രമൊഴിക്കുന്ന നൊക്ടേണൽ എന്യൂറിസിസ് എന്ന് പറയുന്നത്. ബാക്കി നോർമലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ബേൺ ട്രബിൾ ഒരുപാട് കുട്ടികളിൽ കൃമിശല്യം, പിൻവാംസ് ഉണ്ടെങ്കിൽ ഓക്സിയൂറിയസ് എൻട്രോപിയാസിസ്, അതിന്റെ ക്രോളിംഗ് കൊണ്ട് റിഫ്ലക്സ് ഉണ്ടാവുകയും മൂത്രം പോവുകയും ചെയ്യും. ഇതാണ് പൊതുവെയുള്ള കാര്യം. പിന്നെ എന്ത് പറഞ്ഞാലും നമ്മുടെ റെപ്പർട്ടിൽ ഒരുപാട് ബോയ്സ് ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. അപ്പം പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു നമ്മൾ മുൻവിധി ഇല്ലാതെ അൺപ്രജുഡൈസ്ഡ് ആയിട്ട് കേസ് നോക്കുക, എന്താ പ്രോബ്ലം മനസ്സിലാക്കുക, അതിന് മരുന്ന് കൊടുക്കുക. അതാണ് ഹോമിയോപ്പതിയുടെ ഗുണം. ഒരു കാര്യം കൂടെ പറയാണ്ട്, നാളെ നമ്മുടെ അന്താരാഷ്ട്ര വനിതാ ദിനമാണ്. വളരെ പ്രധാനപ്പെട്ട സ്പെഷ്യൽ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പങ്കെടുക്കണം. കുറഞ്ഞ പക്ഷേ ഈ 47 പേരെങ്കിലും കാണണം. കാരണം കവടിയാർ കൊട്ടാരത്തിലെ പൂയന്തിരുന്നാൾ ഗൗരി പാർവതി ഭായി ഉദ്ഘാടനം ചെയ്യുന്നു. വനിതകളും വനിതാ ശാക്തീകരണം സമൂഹ പുരോഗതിക്ക് എന്നുള്ള വിഷയത്തിൽ പ്രൊഫസർ കവിത ശ്രീനിവാസൻ പ്രഭാഷണം നടത്തുന്നുണ്ട്. ഡോക്ടർ ശ്രീവിദ്യ നമ്മുടെ ജനനി ഇൻഫെർട്ടിലിറ്റി സെന്ററിന്റെ ശരിക്കും അതിന്റെ ജനനിയാണ്. അവരാണ് തുടങ്ങി വെച്ചത്. നമുക്കുള്ള പ്രസ്റ്റീജിയസ് പ്രോഗ്രാമാണ്. അവർ ആശംസ പറയുന്നുണ്ട്. പിന്നെ ഒരു ശിവഗിരി ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ അരുവിപ്പുറം, അവിടുത്തെ പ്രിൻസിപ്പാൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ പുറത്തുള്ള ആൾക്കാർ പലരും പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരും പങ്കെടുക്കുക. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ ചർച്ചയിലും ഇനി ബാക്കിയുള്ളവർ പങ്കെടുക്കുക. എല്ലാം നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. ഒരു കേസൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ആരും ഇതിനകത്ത് കാണില്ല. പ്രത്യേകിച്ചും എല്ലാം 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ് IUPH-ലുള്ളത്. ശരി ഡോക്ടർ. ഓക്കെ, നന്ദി മനോജ് ഡോക്ടറെ. ഡോക്ടറും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇനി ആരാണ് അടുത്തതായി ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ? ചർച്ചയിൽ പങ്കെടുക്കാൻ ഓരോരുത്തരും റെഡിയായിരിക്കുക. ശ്രീധരക്കുറുപ്പ് സാറ് ഹാൻഡ് റൈസ് ചെയ്തു പറഞ്ഞപ്പോഴേക്കും. സാറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോ. കേൾക്കാമോ? കേൾക്കാം. കാണുന്നില്ല. വീണ്ടും മ്യൂട്ടായി പോയല്ലോ സാറേ. ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്യണേ. ഇപ്പം ഓക്കെ, ഇങ്ങോട്ട് കേൾക്കാമല്ലോ അല്ലേ?
അതെ, കേൾക്കാം. പ്രധാനപ്പെട്ട കാര്യമൊക്കെ ഡോക്ടർ മനോജും ഡോക്ടർ മനീഷും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. എന്നാലും എനിക്കറിയാവുന്ന കുറെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഓ, ഇത് സാധാരണ ഈ മൂത്രം ഇപ്പം മൂത്രം ഒഴിക്കുന്നതിന് ഇപ്പം ഡയപ്പർ കെട്ടുക കൂടുതൽ ചെയ്യുന്നത്. അതുകൊണ്ട് പല പല ദോഷങ്ങളുണ്ട്. ഡയപ്പറിന്റെ അലർജി, പിന്നെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, പിന്നെ ആ ഭാഗങ്ങളിലൊക്കെ ചൊറിച്ചിൽ, ഇതൊക്കെ നമ്മൾ സർവ്വസാധാരണ നമ്മുടെ വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്കറിയാം. പിന്നെ ഇപ്പൊ അച്ഛനമ്മമാർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകാതിരിക്കാൻ പണ്ടൊക്കെ നമ്മൾ പായ നിലത്താ കിടത്തുന്നത് പിള്ളേരെ. എന്നുവെച്ചാൽ മൂത്രം ഒഴിച്ചാലും കുഴപ്പമില്ല, രാവിലെ എഴുന്നേറ്റ് അതെല്ലാം വൃത്തിയാക്കി കഴുകി ഉണക്കിയിടും. ഇപ്പൊ അങ്ങനെയല്ല, എല്ലാവരും ഡയപ്പർ കെട്ടിക്കുക. അത് പ്രായമായി കഴിഞ്ഞവർക്കും ഇപ്പൊ ഇത് തന്നെയാണ് പിള്ളേരുടെ സ്ഥിതിയാണ്. പ്രായമുള്ളവരെങ്ങാനും അറിയാതെ മൂത്രം പോയാലോ മലം പോയാലോ പിന്നെ ഇത് ഡയപ്പർ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മാറിയിരിക്കുക. എല്ലാവരുടെയും വീട്ടിൽ ഇതുണ്ട്. ഇത് കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇറിറ്റേഷനാണ് പേഷ്യന്റ്. പ്രായമായവരൊക്കെയാണ് വലിച്ചു പറിച്ച് ദൂരെ കളയും. പിള്ളേരാണേലും കളയാൻ ശ്രമിക്കും, പക്ഷെ അമ്മമാര് സമ്മതിക്കുകയില്ല. കാരണം അവർക്ക് രാത്രി ഉറക്കം ഡിസ്റ്റർബ് ആകരുത്. നമ്മുടെയൊക്കെ അമ്മമാർ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിച്ചാൽ നമ്മളെ. അന്നൊക്കെ ഡയപ്പറും ഇല്ല, ഒന്നുമില്ല. കൂടി വന്നാൽ ഒരു പഴം തുണി അങ്ങോട്ട് വിരിക്കും, അവത്തരോട്ട് കിടത്തും. അപ്പുറം കാണും ഇപ്പുറം കാണും ഒരെണ്ണം. ഇതൊക്കെ ഇങ്ങനെയൊക്കെ വളർന്നു. ഇന്നത്തെ കാലത്ത് അച്ഛനാണേലും അമ്മമാർക്കാണേലും സുഖമായിട്ട് ഡിസ്റ്റർബ് ഉണ്ടാകരുത്. ഒന്ന് അവർക്ക് ജോലിയൊക്കെ ഉണ്ട്. പണ്ട് പകല് കാണാൻ കുറെ എന്തെങ്കിലും ഒരു ഇച്ചിരി റെസ്റ്റ് എടുക്കാൻ ഇന്നാർക്കും ഇതില്ല. പോട്ടെ, ഇനി ഇത് നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. പിന്നെയും ആർക്കെങ്കിലും ഒക്കെ പറയാൻ കാണുമല്ലോ, ഒന്നും ആയിട്ടില്ല സമയം. ബെഡ് വെറ്റിംഗ് എന്ന് പറയും ഇതിനെ, രാത്രി മൂത്രം ഒഴിക്കുന്നതിന്. ഇത് രാത്രിയിൽ അനേക തവണ കിടന്ന് മൂത്രമൊഴിക്കുന്നു. കിടക്കയിൽ വിരിയിൽ തവിട്ടു നിറത്തിലുള്ള കറ കാണുക, ദുർഗന്ധത്തോടു കൂടിയ മൂത്രം, കുതിരമൂത്രത്തിന്റെ മണം, ഇതൊക്കെ ആണെങ്കിൽ ബെൻസോയിക് ആസിഡ് ആണ് മരുന്ന്. ബെൻസോയിക് ആസിഡ് അതുകൊണ്ട് ഒരുപാട് നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രത്യേകത അതിൻ്റെ സമയം പാതിര കഴിഞ്ഞാണോ മൂത്രത്തിൻ്റെ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. അതിൻ്റെ പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കണം, ചിലപ്പം മിയാസം നോക്കേണ്ടി വരും, പിന്നെ ചിലപ്പം പേടി കൊണ്ടായിരിക്കും, ചിലപ്പോൾ സ്വപ്നം കണ്ടായിരിക്കും, ചിലപ്പോൾ ഉറക്കത്തിൻ്റെ കൂടുതൽ കൊണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെയാണ് കൂടുതൽ എടുക്കേണ്ടത്. പിന്നെ ബോധമില്ലാതെ കിടന്നുറങ്ങും. ഒരിക്കൽ ഉറങ്ങിക്കഴിഞ്ഞാൽ വെള്ളത്തിൽ കൊണ്ടുപോയി ഇട്ടാലും അറിയത്തില്ല, എന്നാ ചെയ്താലും അറിയില്ല. അങ്ങനെയുള്ള പിള്ളേർക്കാണെങ്കിൽ ഭയങ്കരമായ ഉറക്കമാണെങ്കിൽ ബെഡ്ലോണായാൽ മരുന്ന്. ആദ്യ ഉറക്കത്തിൽ തന്നെ കിടന്ന് മൂത്രമൊഴിച്ചാൽ തെളിഞ്ഞ കാലാവസ്ഥയിൽ ആണെങ്കിലും മൂത്രമൊഴിക്കും. അത് കോഷ്ടിക്കുക, അതായത് ഫസ്റ്റ് സ്ലീപ്പിൽ ആദ്യത്തെ ഒരു ഉറക്കം പാതിരായ്ക്ക് മുമ്പ് തന്നെ മൂത്രമൊഴിച്ച് കഴിയും. അപ്പം എത്രയൊക്കെ നമ്മൾ മൂത്രം ഒഴിപ്പിച്ചിട്ട് കടത്തിയാലും സാധാരണ എല്ലാവരും ചെയ്യുന്നത് രാത്രി വെള്ളം കുറച്ച് കൊടുക്കും. പിന്നെ രാത്രിയിൽ പിന്നെ വെള്ളം കുറച്ച് കൊടുക്കും. മൂത്രം കിടക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ എഴുന്നേച്ചു കൊടുക്കും. പിന്നെ രാത്രി കടന്നു കഴിഞ്ഞ് ഇടയ്ക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച് മൂത്രം ഒഴിക്കുന്ന കാണാറുണ്ട്. പിന്നെ ഒരു പ്രത്യേക ഔഷധം രാത്രിയിൽ മൂത്രം ഒഴിക്കുന്നതിനുള്ള ഇക്വിസിറ്റോ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്. ഇക്വിസിറ്റം അത് വളരെയധികം പ്രയോജനമാണ്. ഇപ്പം ഞാൻ ഇവിടെ കണ്ടത്, എൻ്റെ ഒരു മോൻ്റെ മോളുണ്ട്, ഇപ്പം 9 വയസ്സുണ്ട്. അത് എന്നും ഇടയ്ക്കിടയ്ക്കൊക്കെ വല്ലപ്പോഴും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം കുറഞ്ഞു. ഞാൻ കൊടുത്തത് ഫസ്റ്റ് സ്ലീപ്പിൽ തന്നെ ഒഴിക്കും. അതുകൊണ്ട് ഞാൻ കോഷ്ടിക്കമാണ് കൊടുത്തത്. ഞാൻ എൻ്റെ തന്നെ എക്സ്പീരിയൻസോടെ ഇതിൻ്റെ കൂടെ പറയുന്നതേ ഉള്ളൂ. അങ്ങനെ കോഷ്ടിക്കം കൊണ്ട് ഒരുപാട് കേസുകൾ കുറഞ്ഞിട്ടുണ്ട്. കോഷ്ടിക്കത്തിനുള്ള ഒരു പ്രധാനപ്പെട്ട ഇത് പ്രായമുള്ളവരിലും വരാം കോഷ്ടിക്കം. അതിൻ്റെ പ്രധാനപ്പെട്ട സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമയും കാണും ചിലപ്പോൾ, അഥവാ ഈ അവരുടെ മേത്ത് ഒരുപാട് മറു കാണും. സൈക്കോട്ടിക്കാണ് കോഷ്ടിക്കം. സൈക്കോട്ടിക് മെഡിസിൻ ആണ്. അതിന് ഇതാണ് ട്രെയിൻ ചെയ്യുമ്പം ചിലപ്പോൾ യൂറിട്രാക്ക്. എനിക്ക് ഒരു കേസ് അടുത്ത കാലത്ത് ഒരു കേസ് കുറച്ചത് അത് ഈ പലരും ചികിത്സിച്ച അത് ഈ കോള ഇൻഫെക്ഷനൊക്കെ ഉണ്ട്. നല്ല ഫേമസ് ഡോക്ടർമാരും, പേരൊന്നും പറയില്ല, അതൊക്കെ മോശമല്ലേ. അപ്പം അന്നേരം പേരൊന്നും പറയില്ല, വളരെ ഫേമസ് ആയിട്ടുള്ള ഡോക്ടർമാരൊക്കെ കുറച്ച്. അന്നേരം ഇത് ഞാൻ ചുമ കേട്ടപ്പോൾ ചോദിച്ചു, ഞാൻ ഇവിടെ ഇരുന്ന് ഓൺലൈനാണല്ലോ, അന്നേരം ചുമ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, മൂത്രം അറിയാതെ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. അന്നേരം പിന്നെ 1-2 ചോദ്യം കൂടെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ കോളൈ ഉണ്ട്, അത് ഒത്തിരി കാലങ്ങളായിട്ട് ട്രീറ്റ് ചെയ്യുന്നു, ഒരു തരത്തിലും അത് ഒരു രക്ഷയില്ല. പിന്നെ ഞാൻ ചോദിച്ചു, നേരത്തെങ്ങാനും അറിവുണ്ടോ എന്ന്. അന്നേരം ഓൺലൈനിൽ വന്നിട്ട് എന്നെ കാണിച്ചു, മുഖത്തൊരു
ചെറുനാരങ്ങയുടെ മുഴുപ്പിൽ ഒരു ഇത് വാൾട്ട് വലുതായിട്ടുണ്ട്. അത് 3-4 വർഷമായിട്ടുണ്ട്. അത് ഞാൻ പതിയെ പോസ്റ്റിക്കും 0/3 കണ്ടിന്യൂസ് കുറേ ദിവസം കൊടുത്തു. ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ അത് തന്നെ എതിരെ പോയെന്ന് കഴിഞ്ഞിട്ട് പൊഴിഞ്ഞു പോയോ പറ്റിപ്പോയോ എന്ന് അറിയത്തില്ല. മുഖത്തില്ല, ഒരു ചെറിയ മറുക് പോലെയുണ്ട്, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം പൊഴിഞ്ഞു പോയി. അന്നേരം പോസ്റ്റിക്കത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സിംറ്റം നമ്മൾ എപ്പം നോക്കിയാലും ഈ സ്നീസിങ്ങോ കപ്പിങ്ങിനോ മൂത്രം പോവുകയും, വലിയവരുടെ കാര്യമാണ് പറയുന്നത്, കൊച്ചുപിള്ളേരുടെ കാണണമെന്നില്ല. അത് കൂടുതലും ഇങ്ങനെയാണ്. ഈ പോസ്റ്റിക്കത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇൻഡിക്കേഷനാണ്. അത് പ്രായമുള്ളതിൽ കൂടുതൽ കാണാം. അതാണ്. പിന്നെ ഇക്വിസ്റ്റം ഞാൻ ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ പരാജയപ്പെട്ടാൽ കൊടുക്കുന്ന വേറൊരു മരുന്നാണ് ബേസിലിനം. ഇടയ്ക്ക് നമ്മൾ ഇൻഡിക്കേറ്റഡ് മരുന്ന് കൊടുത്തിട്ട് കുറഞ്ഞില്ലെങ്കിൽ കൊടുക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട മരുന്നാണ്, ഔഷധമാണ് ബേസിനം. അത് ഞാൻ 200, ബാക്കിയൊക്കെ 0/3 കൊടുത്തത്. പിന്നെ മന്ദബുദ്ധിയായിട്ടുള്ള ഓട്ടിസമൊക്കെ ബാധിച്ചത്, വേറെയുള്ള മന്ദബുദ്ധികളായിട്ടുള്ള ബുദ്ധികളൊക്കെ കിടന്ന് മൂത്രമൊഴിച്ചാൽ അതിന് ബെറൈറ്റ കാർഡ്, പിന്നെ ഈ പറഞ്ഞ കൂട്ട് വാട്സും അതുമൊക്കെ ശരീരത്തിൽ കൂടുതൽ കാണുകയാണെങ്കിൽ തൂജ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മരുന്ന്. പിന്നെ ഇന്റർ കറണ്ടായിട്ട് കൊടുക്കാവുന്ന 2 മെഡിസിൻ, ഒന്നും മെഡോറിനും സിഫിലിനും. ഇത് രണ്ടും വരും. കാരണം ഇത് കൂടുതലും ഇത് സൈക്കോട്ടിക് ആൻഡ് സിവിലിറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇത് കൂടുതൽ വരുന്നത്. ആരെങ്കിലും കാൻട്രൈസ് ചെയ്താൽ പറഞ്ഞേക്കണം, ഞാൻ അന്നേരം നിർത്തിയേക്കാം കേട്ടോ. ഓ, തീർച്ചയായിട്ടും. ഓക്കെ. ആരെങ്കിലും കാൻട്രൈസ് ചെയ്തിട്ടുണ്ടോ? ഞാനത് നോക്കുന്നില്ല. ഇല്ല. പിന്നെ കൊടുക്കാവുന്ന മെഡിസിൻസിനെ കുറിച്ചൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് പിന്നെ കൊടുക്കാവുന്ന വേറെണ്ണം കോസ്റ്റിക്കാൻ പറഞ്ഞു, ജെൽസീമിയം. തലവേദനയോടുകൂടി ഇൻകോണ്ടിനൻസ് ഓഫ് യൂറിൻ വന്നാൽ ഈ കോസ്റ്റിക്കം ഫെയിൽ ചെയ്യുന്നിടത്തും ജെൽസീമിയം കൊടുത്താൽ വളരെയധികം പ്രയോജനം കിട്ടും. പിന്നെ വരുന്നത് പൾസാറ്റിലാണ്. അതും ഫസ്റ്റ് പാർട്ടാണ്. കോസ്റ്റിക്കത്തെ കൊണ്ടുവരുന്ന ഫസ്റ്റ് പാർട്ട് ഓഫ് ദി എന്ന് പറഞ്ഞാൽ മിഡ് നൈറ്റിന് ബിഫോർ. അതിനുകൊണ്ട് ഈ ഓൾഡ് ഏജിലൊക്കെ ചുമയ്ക്കുമ്പം ഈ മൂത്രം ചെയ്യുന്ന, ഞാൻ പൊതുവെ അങ്ങ് പറയുന്നതാണ്, മെനൂറിസിസ് പൊതുവെയാണ് പറയുന്നത്. അതിൽ പിള്ളേർക്ക് മാത്രമായിട്ട് പറയുന്നില്ല. അത് പിള്ളേർക്കായിട്ടുള്ളത് മാത്രം പറഞ്ഞാൽ മതിയോ? അത് കുട്ടികളുടെ ആണ് ഇന്നത്തെ വിഷയം. പറയാം. എന്നെ ഇപ്പം രണ്ടാമത്തെ കുട്ടിത്തമാണെന്നാ പറയുന്നത്. പ്രായമായവർക്ക് ഒരുപാട് പേരെ ഞാനിപ്പം എനിക്ക് ദിവസവും ഫോൺ കോൾ വരാറുണ്ട്. പ്രായമായവർ അവർ പലരും പല മരുന്ന് കഴിച്ചിട്ടും കുറയാതെ വരുമ്പോഴാണ് വിളിക്കുന്നത് ഹോമിയോപ്പതി. അപ്പം അന്നേരം അതിലും ആയിക്കോട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത് പറയുന്നത്. അത് സെക്കൻഡ് ചൈൽഡ്ഹുഡ് എന്നാണ് പറയുന്നത്. പ്രായമായവർ ഒരു 60-70 വയസ്സ് കഴിഞ്ഞാൽ സെക്കൻഡ് ചൈൽഡ്ഹുഡാണ്. പല്ലുമൊക്കെ പോയി നരയൊക്കെ ആദിച്ച് നരയും വരെയൊക്കെ വന്നു കഴിയുമ്പം ഈ യൂറിൻ പിടിച്ചാൽ നിൽക്കുകയില്ല. ഇത് ഒത്തിരി പേർക്കുണ്ട്, പലരും അത് പറയുകയില്ല. അതുകൊണ്ട് യാത്ര ചെയ്യാൻ തന്നെ മടിയുള്ളവരുണ്ട്. ബസ്സിലൊന്നും യാത്ര ചെയ്യാൻ പറ്റിയില്ല അവർക്ക്, ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കണം. അപ്പം അങ്ങനെയുള്ളപ്പം പൾസാറ്റില ഒരു മരുന്നാണ്. അവരിനും ഇടയ്ക്കിടയ്ക്ക് പൾസാറ്റില, പിന്നെ ഫോസ്ഫറസ്, നേട്രമൂർ, സ്കുല്ല, ഇതൊക്കെയാണ് ഈ ഇൻവോളണ്ടറി യൂറിൻ ബൈൽ കപ്പിങ്ങിന് വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊസിഷൻ ചേഞ്ച് ചെയ്ത് കിടക്കേണ്ടി വരും പൾസാറ്റിലായിക്കാണ്. ഈ മീസിൽസ് കഴിഞ്ഞ് ചില കുട്ടികൾക്ക് മീസിൽസ് വന്നു കഴിഞ്ഞിട്ട് ഈ ന്യൂറിസിസ് വന്നു കഴിഞ്ഞാലും പൾസാറ്റിലായി വരുന്നു. കുട്ടികൾക്ക് ഈ ബെഡ് വെയിറ്റിങ് മീസിൽസ് വന്നു കഴിഞ്ഞിട്ട് ഒത്തിരി പിള്ളേർക്ക് വന്നു കണ്ടിട്ടുണ്ട്. അവർക്ക് കൊടുക്കാവുന്ന പ്രധാനപ്പെട്ട ഒരു മെഡിസിനാണ് പൾസാറ്റില. പിന്നെ സെപ്യ, അതും ഫസ്റ്റ് സ്ലീപ്പിനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് സ്ലീപ്പിന് ബെഡ് വെയിറ്റിംഗ് ഉണ്ടെങ്കിലും സെപ്യ 2 മണിക്കൂറിന്, അതായത് ഒരു കടന്ന് 1-2 മണിക്കൂറിനകം ബെഡ് വെയിറ്റിംഗ് ആയി കഴിയും. അതിന് സെപ്യ കൊടുക്കാം. സെപ്യയ്ക്ക് കൊണ്ട് കപ്പിംഗ് ഇൻ ഓൾഡ് ഏജ്, കപ്പിങ്ങിന് ഇൻകോണ്ടിനൻസ് ഓഫ് യൂറിൻ വരാം. പിന്നെ റെസ്റ്റോക്സ്,
ചുമ്മാ ഇരിക്കുമ്പോൾ അറിയാതെ അങ്ങ് മൂത്രം പോവാം. പിന്നെ അതിനകത്ത് നടന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ ഒരിടത്ത് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂത്രം പോവുകയാണെങ്കിൽ റെസ്ട്രോക്സാണ് വരുന്നത്. പിന്നെ മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള അതൊക്കെ ഇതിൻ്റെ മൊഡാലിറ്റി വരുന്നതാണല്ലോ. ബ്രയോണിയ വരുന്നത്. അത് നടക്കുമ്പം മറ്റേത് റെസ്ട്രോക്സ് ഇരിക്കുമ്പോഴാണ്, ഇത് നടക്കുമ്പോഴാണ്. ഇരുന്ന് കഴിഞ്ഞാൽ ഈ ബ്രയോണിയയ്ക്ക് കുറവ് കിട്ടും. പിന്നെ ഹയോസിയാമസ് ഇൻവോളണ്ടറി ഹിയറിംഗ് സൗണ്ട് ഓഫ് ടു ദി റണ്ണിങ് വാട്ടർ. നമ്മൾ എവിടെയെങ്കിലും മൂത്രം അല്ലെ വേറൊരാൾ മൂത്രം ഒഴിക്കുന്ന കണ്ടാലും ഇയാൾക്ക് ഹയോസിയാമസിന് മൂത്രം ഒഴിക്കണമെന്ന് തോന്നുന്നു. പിന്നെ ടൈഫോയിഡ് ഫീവർ വന്നതിന് ശേഷം ഉള്ള ഈ ഇൻകോണ്ടിനൻസ് ഓഫ് യൂറിൻ ആണെങ്കിൽ, കൺവെൻഷനും ശേഷം വരുന്നതാണെങ്കിലും ഹയോസിയാമസ് ഇസ് ദി ബെസ്റ്റ് റെമഡി. സ്പീഡ് കൂടുതലുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ഉണ്ട്. പിന്നെ ബെൻസോയിക് ആസിഡ്, അത് ഞാൻ പറഞ്ഞതാ, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാ. അലൂമിന പരാലിസിസ് കൊണ്ട്, അതായത് കൂടുതലും ഈ പാരാലിറ്റിക് പേഷ്യൻറ്റിൽ കാണുന്നതാണ് ഈ ഹെമിപ്ലേജിയ, പാരാപ്ലേജിയ വന്നവർ കൂടുതൽ കാണുമ്പം ഉള്ള ഒരു പറ്റിയൊരു മരുന്നാണ് അലൂമിന. സ്പീഡ് ഉണ്ടെന്നാണ് മെസ്സേജ് വന്നിരിക്കുന്നത് കേട്ടോ സാറേ. സ്പീഡ് ഉണ്ടെന്നാണ്. സ്പീഡ് ഇച്ചിരി കൂടുതലാണെന്ന്. എന്നാ ഇച്ചിരി കൂടെ കുറച്ച് പറയാം. പതിയെ 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 പറയാം. ശരി ശരി. എത്ര സ്പീഡ് കുറയുന്നതാ നല്ലത്. അന്നേരം പതുക്കെ പതുക്കെ പോവാം നമുക്ക്. പിന്നെ ക്രിയോസോട്ട് ഉണ്ട്, അതും ഫസ്റ്റ് പാർട്ടാണ്. എന്ന് പറയുക സെപ്പിയ ഉണ്ട്, പൾസാറ്റില ഉണ്ട്, കോസ്റ്റിക് ഉണ്ട്, ക്രിയോസോട്ട് ഉണ്ട്. ബെൻസോയിക് ആസിഡ് ഫസ്റ്റ് അല്ലേ? അതെ. പിള്ളേരെ വിളിച്ചാലൊന്നും എഴുതിക്കില്ല, ഭയങ്കര ഗാഠനിദ്രയാണ്. എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കക്കൂസി കൊണ്ടുപോയി ഇരുത്തി കഴിഞ്ഞാലും ബാത്റൂമിൽ ഇരുത്തി കഴിഞ്ഞാലും അവർ ഉറങ്ങിക്കൊണ്ടിരിക്കും. ഉറക്കത്തിൽ തന്നെ മൂത്രം പിന്നെ പതിയെ പോകും. എന്നാലും അവർ അറിയത്ത് പോലുമില്ല. പിന്നെ അതിന് വേറൊരു പ്രത്യേകത ഉണ്ട്, ചിലപ്പം സ്വപ്നത്തിൽ മൂത്രം ഒഴിക്കുന്നതായിട്ട് കാണും, അങ്ങനെയും പോകും. അതും ക്രിയോസോട്ടിൻ്റെ ഒരു പ്രത്യേക. പക്ഷേ സ്പീഡ് കുറഞ്ഞോ കൂടിയോ കുഴപ്പമില്ല, ഇങ്ങനെ പോട്ടെ. നമ്മളറിയാലോ, നമ്മൾ സബ്ജക്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ സ്പീഡ് ഉണ്ടോ. അതെ, കുറച്ചുപേരെ എഴുതിയെടുക്കും. അന്നേരം എന്നോട് ഒന്നുകൂടെ ചോദിച്ചാൽ മതി, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടെ. അല്ല, ഇപ്പൊ കുഴപ്പമില്ല, ഇങ്ങനെ പോട്ടെ സാറേ, ഇനി സ്ലോ ആവണ്ട. പിന്നെ വേറൊരു മരുന്നാണ് ഇക്വിസിറ്റം. വേദനയുണ്ട് പോകുമ്പോ, ഒരു ഹാബിറ്റാ അത്. രാത്രിയിൽ അങ്ങനെ ഒഴിച്ചൊഴിച്ച് അതൊരു ഹാബിറ്റായി പോലെ. ആ ഹാബിറ്റ് കൊണ്ട് വരുന്നതിന് ഇതാണ് പറഞ്ഞത്. പിന്നെ വേറൊരു മെഡിസിൻ അനന്തേറിയം. ഇതൊക്കെ എവിടെ കിട്ടുമെന്ന് എന്നോട് ചോദിച്ചാൽ അറിയത്തില്ല. പണ്ടൊക്കെ ഞാൻ സെൻറ്റ് ജോർജിൽ നിന്ന് വരുത്തുമായിരുന്നു. ഇപ്പം എവിടെ കിട്ടുമെന്ന് അറിയാൻ പറ്റില്ല. ഇപ്പം അത്ര എനിക്ക് മരുന്നില്ല. ഞാൻ 0/3 കൂടുതലും ഉപയോഗിക്കുന്നത്. ഇപ്പം എവിടെ കിട്ടുമെന്ന് എനിക്കറിയാൻ പറ്റില്ല. അതെന്നോട് ചോദിക്കരുത് എവിടെ കിട്ടുമെന്നൊന്നും. പിന്നെ മറ്റൊരു മരുന്ന് പ്രഗ്നൻസിയിൽ ഇത് വരും, ഇൻവോളണ്ടറി യൂറിനേഷൻ വരും. അങ്ങനെ ഡെലിവറിയിലും വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അതിൻ്റെ മെഡിസിൻ ആർസനിക്കാണ്. സ്പീഡ് കൂടുതലുണ്ടോ ഇല്ലല്ലോ? ഇല്ല. പേടി കൊണ്ടും പിന്നെ ദാഹവും കൂടെ ഉണ്ടെങ്കിൽ മെഡിസിൻ അക്കണൈറ്റ്. പേടിയും ദാഹവും ഉണ്ടെങ്കിൽ മെഡിസിൻ അക്കണൈറ്റാണ്. പിന്നെ ഈ തണുപ്പ് കാലത്ത് അത്ര ഇല്ല, അല്ലാത്ത സമയങ്ങളിലാണെങ്കിൽ കാൽക്കേറിയ സർപ്പ. പിന്നെ ഒരുമാതിരി നമ്മൾ പറയുന്നത് പിത്തശൂര പിടിച്ച മാതിരിയുള്ള പിള്ളേരൊക്കെ ആണെങ്കിൽ, കൂടുതൽ മധുരമൊക്കെ കഴിക്കുന്ന പിള്ളേരാണെങ്കിൽ, പിന്നെ ഈ ഹൈലി സീസൺഡ് ഫുഡൊക്കെ കഴിക്കുന്ന പിള്ളേരാണെങ്കിൽ, പിന്നെ കുടിക്കാനും നനയ്ക്കാനും വൃത്തിയായിട്ട് നടക്കാനും ഒക്കെ ഉള്ള, അതൊക്കെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിനാണ്. അങ്ങനെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കെല്ലാം ഇങ്ങനെ രാത്രിയും പകലും വരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂത്രം ഒഴിക്കണമെന്ന് തോന്നും, അറിയാതെ പോവുകയും ചെയ്യും. ഇങ്ങനെ
ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിക്കും, അതിനോട് കൂടെ അതുപോലെ തന്നെ വെള്ളം കുടിക്കും, അതുപോലെ തന്നെ പോവുകയും ചെയ്യും. കൂടുതലും പിള്ളേരിലാണ് കാണുന്നത്. സൾഫറാ മരുന്ന്, കുഴിക്കുകയൊന്നുമില്ല. ഇടയ്ക്ക് മൂക്കിൽ നിന്ന് മൂക്കളൊക്കെ എടുത്ത് തിന്നുന്നതാണ് അങ്ങനെയുള്ള പിള്ളേർ. ഇതൊക്കെ ഞാൻ പെട്ടെന്ന് ഐഡന്റിഫിക്കേഷന് ഇല്ല, പറയുന്നത്. ഈ ചില കൊച്ചുങ്ങൾക്ക് ഇങ്ങനെ യൂറിനറി ഇൻഫെക്ഷൻ ഒന്നും ഇല്ല, പക്ഷെ ഫ്രീക്വന്റ് ആയിട്ട് ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് ഇടവിട്ട് മൂത്രം ഒഴിക്കാൻ പോണ ടെൻഡൻസി ഉണ്ട്. ചിലപ്പോൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ സാധാരണ രീതിയിൽ കാണുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനുള്ള കുറെ നാളായി കഴിയുമ്പം വേദനയൊന്നും കാണുകയില്ല. അന്നേരം അങ്ങനെ വരാം, അല്ലാതെയും വരാം കേട്ടോ. പറയാം. അല്ലാതെ ആ ഞാനും ഇതൊക്കെ കൊടുത്തു നോക്കാം. ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഒരു ഇന്റർകറന്റ് മെഡിസിനാ സൾഫർ. സൾഫർ കൊണ്ട് പറയാത്ത വേറുള്ളത് കൊണ്ട് പറയാതെ വന്നു കഴിഞ്ഞാൽ സൾഫർ കൊടുത്താൽ, ബിക്കോസ് ഇറ്റ് ഈസ് സ്റ്റിക്കിങ് ഓഫ്. ഞാൻ ഈയിടെയും വായിച്ചു, പിന്നെ നമ്മുടെ ഹനുമാന്റെ ക്രോണിക് ഡിസീസ്, അതിൻ്റെ അകത്ത് പ്രത്യേകം സോറയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതൊക്കെ സോറിക് മെഡിസിൻ കൊടുത്തു എന്നാലേ രോഗങ്ങൾ കൂടുതലും കുറയുമെന്ന് അത് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. പിന്നെ സോറിനം വേറൊരു ഇന്റർകറന്റ് റെമഡിയാണ്. അതായത് വേറെ മരുന്നൊന്നും വെൽ സെലക്റ്റഡ് റെമഡീസ് കൊടുത്തിട്ട് കുറവൊന്നും കണ്ടില്ലെങ്കിൽ പിന്നെ ഈ എക്സിമയൊക്കെ സപ്രസ് ചെയ്ത് കൊണ്ടുവരാം, സ്കിൻ ഡിസീസൊക്കെ. പിന്നെ ചില അക്യൂട്ട് ഇൽനെസ് കൊണ്ടും സപ്രസ് ചെയ്ത് കൊണ്ടുവരാം. പിന്നെ പേഷ്യൻ്റ് എപ്പോഴും ചില്ലി പേഷ്യൻ്റ് ആയിരിക്കും. ഏത് സോറിനോ സൾഫർ ആണെങ്കിൽ കോട്ടുമായിരിക്കും. അതെ അതെ കറക്റ്റ്. പിന്നെ ഫുൾമൂണിലാണ് ഇത് കൂടുതലും കണ്ടുവരുന്നത്. ഫുൾമൂൺ ദിവസം മിക്കവാറും ഈ കുട്ടി കടന്നു പോകും. പിന്നെ വേറെയുള്ള മെഡിസിനൊന്നും. പിന്നെ ഞാൻ വേറൊരു ഇന്റർകറന്റ് കൊടുക്കുന്ന വേറൊരു മെഡിസിനാണ് മെഡോറിനം. പറഞ്ഞില്ലേ, ഇഷ്ടം പോലെ ഇങ്ങനെ കുടിക്കുക, വെള്ളം കുടിക്കുക, അങ്ങനെ പൊക്കോണ്ടിരിക്കും. എങ്ങനെ കളറായിരിക്കും, ഒരു പഞ്ചന്റ് സ്മെല്ലായിരിക്കും. പിന്നെ ചിലർക്ക് മെൻസ്ട്രേഷൻ ടൈമിൽ ഈ പ്രിബിളിംഗ് ഓഫ് യൂറിൻ ഉണ്ടെങ്കിൽ ബ്ലാഡറിൻ്റെ അടുത്ത് നമ്മൾ മൂത്രം ഒഴിക്കാതെ പിടിച്ചു വെച്ചോണ്ടിരുന്ന ഒരു ഫീലിംഗ് ഉണ്ടാകുമല്ലോ, ഒരു ടെനസ്മസ് പോലെ ബ്ലാഡറിൻ്റെ അവിടെ. മൂത്രം ഒഴിച്ചാലും ഒരു സംതൃപ്തി ഇല്ല, പിന്നെയും പോകണമെന്ന് തോന്നും. അങ്ങനെയുള്ളടത്ത് മെഡോറിന അതൊരു ഇന്റർകറന്റ് ആയിട്ടും കൊടുക്കാം. പിന്നെ മൂത്രം പോയി കഴിയുമ്പോൾ അതിൻ്റെ അവസാനം ഒരു വേദനയും കാണും. മൂത്രം പോയി കഴിയുമ്പോൾ അവസാന ഭാഗമാകുമ്പോൾ ഒരു വേദന, അതിൻ്റെ ഈ മെഡോറിനത്തിൻ്റെ. പിന്നെ ഗ്ലൈക്കോപോഡിയം, അത് രാത്രിയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊക്കോണ്ട്. അത് കൂടുതലും ഓൾഡ് ഏജിലാണ് കാണുന്നത്. ചെറുപ്പക്കാരിലും വരാം, പകലും വരാം. അതിൽ ക്രേവിങ് ഫോർ ഷുഗർ ഉണ്ട്. അതുപോലെ തന്നെ ചൂടുവെള്ളമാണ് അവർക്ക് കുടിക്കാൻ താല്പര്യം ഗ്ലൈക്കോപോഡിയത്തിൽ. വേം ട്രബിൾ മുമ്പേ ഇവിടെ ആരാണ്ടോ പറഞ്ഞു, വേം ട്രബിൾ കൊണ്ട് ഉണ്ടാകാം. ട്രബിള് മനോജ് ഡോക്ടറാണ് പറഞ്ഞത്. മനോജ് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനുള്ള മെഡിസിൻ കൂടുതലും കൃമിശല്യം കൊണ്ടായിരിക്കും. കൃമിശല്യം കൊണ്ടാണെങ്കിൽ ടുക്രിയം വരാം, ടുക്രിയം. പിന്നെ വേറൊരു മെഡിസിൻ ഉണ്ട്, സൈക്കോട്ടം, SYCOTM. ടെമ്പേർഡ് ചിക്കൻ, ഭയങ്കര വഴക്കായിരിക്കും. എപ്പോഴും കരച്ചിലും തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം കരച്ചിലായിരിക്കും. പിന്നെ ഇരുട്ടത്ത് പോകാൻ പേടിയാ. ഒറ്റയ്ക്ക് ഒരു സാധനം അടുത്ത മുറിയിലുണ്ടെങ്കിൽ എടുക്കാൻ പോയ ഒറ്റയ്ക്ക് പോയതാ. ഒന്നീ അമ്മ വേണം, അമ്മൂമ്മ വേണം, എൻ്റെ അച്ഛൻ വേണം, എൻ്റെ ചേച്ചി വേണം. ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോയാലും ഭയങ്കര ഇറിറ്റബിലിറ്റിയാണ്. തൊടുന്നതിനും പിടിക്കുന്നതിനും ഉള്ള സാധ്യത. പിന്നെ ബ്ലിങ്കിങ് ഓഫ് ഐലിഡ്സ് കാണും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ണ് തുറക്കുകയും അടയ്ക്കുകയൊക്കെ ചെയ്യും. സ്കിൻ ഓയിലി ആയിരിക്കും. പിന്നെ ചില ഇൻഫ്ലമേഷനൊക്കെ ജെനിറ്റേരിയയുടെ ഭാഗത്ത് കാണും. പ്രത്യേകിച്ച് സ്ത്രീകളിലാണ് ഇത് കൂടുതൽ ഇൻഡിക്കേറ്റഡ് കാണും. നെക്സ്റ്റ് മെഡിസിൻ പറമെറ്റ്. ഇത് ഈ നടക്കുമ്പോഴൊക്കെ അറിയാതെ അങ്ങ് പോകും. പക്ഷേ മറ്റേ പറഞ്ഞ മാതിരി ബ്രയോണിയയുടെ കൂട്ടാണ്.
കിടന്നു കഴിഞ്ഞാലോ ഇരുന്ന് കഴിഞ്ഞാലോ റെസ്റ്റ് എടുത്താലോ കുറവുണ്ട്. സ്പീഡ് കൂടുതലുണ്ടോ? ഇല്ല ഇല്ല. ആ. അടുത്ത മെഡിസിൻ ലാക്കനീനാണ്. അതും ഫസ്റ്റ് നൈറ്റ് ആണ്. ഇപ്പൊ എത്ര മെഡിസിൻ നമ്മൾ പറഞ്ഞു? പൾസാറ്റില പറഞ്ഞു, സെപ്റ്റിയ പറഞ്ഞു, കോർട്ടിക്കം പറഞ്ഞു, പിന്നെ സ്വർണം പറഞ്ഞു, സൾഫർ പറഞ്ഞു, സിന പറഞ്ഞു, അതെ അതെ ഒത്തിരി ബെൻസോയിക്കം പറഞ്ഞു. പറഞ്ഞു. അത് ലാക്കനീനത്തിനുമാണ്. അതിനുണ്ട് ട്രീംസ്. ട്രീംസ് കണ്ടോണ്ടാണ് ഒഴിക്കുന്നത്. അറിയാതെ കൂടി ട്രീംസ് കൊണ്ട് കൂട്ടത്തിൽ ഒഴിച്ചങ്ങ് പോകുന്നതാണ്. പിന്നെ കാർക്കറിയ കാർബിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ ആണ് ഇതിന്റെ. ആക്റ്റീവ് എല്ലാവർക്കും അറിയാവുന്നത്, അത് ഞാൻ കൂടുതൽ പറയുന്നില്ല. അത് രാത്രി പകലുമുണ്ട്. കൂടുതൽ മൂത്രം പൊക്കോണ്ടിരിക്കും, കൂടുതൽ വെള്ളം കുടിക്കും, കൂടുതൽ പോകും. അതിന്റെ കൂട്ടത്തിൽ നല്ലവണ്ണം വിശപ്പ് കാണും, പക്ഷെ വിശപ്പ് വളരെ കുറവായിരിക്കും. വളരെ ഫ്ലാബിയൊക്കെ ആയിരിക്കും, ടയറൊക്കെ ആയിരിക്കും ചൈൽഡ്. ഒരുപാട് വെള്ളം കുടിക്കും. പിന്നെ വേറൊരു മെഡിസിനാണ്. അപ്പൊ സ്പീഡ് കൂടുതലുണ്ടെങ്കിൽ പറഞ്ഞോണേ. ഇല്ല. ആസിഡ് പോസ്. അതിനും ചുമയ്ക്കുമ്പോഴും വരാം. പിന്നെ കൂടുതലും കണ്ടിരിക്കുന്നത് ഇത് ഡയബറ്റിക് പേഷ്യൻ്റ്. കൂടുതലും പല രോഗികളും എഴുന്നേറ്റ് കഴിഞ്ഞ് നടക്കാൻ എഴുന്നേറ്റ് ബാത്റൂമിൽ പോകുമ്പം അങ്ങ് പോകും, ബാത്റൂമിൽ വരെ ചെല്ലാൻ പറ്റിയല്ല. അങ്ങനെയാകുമ്പം അവരൊക്കെ സാധാരണ ചെയ്യാറുള്ളത്, ഈ ഓൾഡ് ഏജ് ചെയ്യാറുള്ളത്, ഒരു ചെറിയ ബക്കറ്റ്, അല്ലെങ്കിൽ അവർക്ക് എന്നും ഇതാ പ്രോബ്ലം, അങ്ങ് വരെ ചെല്ലിയല്ല, ബാത്റൂം വരെ ചെല്ലിയല്ല, അങ്ങ് പോകും. അടുത്ത മെഡിസിൻ സിക്കൂട്ട വൈറോസ. തലകറക്കത്തോടു കൂടി വരുന്നതിന് ഈ ഒബ്ജക്ട്സ് ഒക്കെ ഇങ്ങനെ കറങ്ങുന്നതായിട്ട് കാണും, എന്നാലും അവിടെ കിടക്കണം. പിന്നെ കണ്ണിങ്ങനെ കുഴിഞ്ഞിരിക്കും, പ്യൂപ്പിൾ ഡൈലേറ്റഡ് ആയിരിക്കും. ബ്ലാഡറിന്റെ പരാലിസിസ് കൊണ്ടാണ്. പിന്നെ ഇത് കൂടുതലും ഈ സിക്കൂട്ട വൈറോസ ഞാൻ കണ്ടിരിക്കുന്നത് കൂടുതലും ഈ എപ്പിലെപ്സി, എൻ്റെ കൺവെൻഷനിൽ അറിയാതെ മൂത്രം എപ്പോഴും ഇങ്ങനെ. കേക്കാവോ? കേക്കാം. എന്തോ ഒരു നെറ്റ് പ്രശ്നം വന്നടങ്ങി. ആരെങ്കിലും കൈ പൊക്കിയിട്ടുണ്ടോ? ആരും കൈപൊക്കിയിട്ടില്ലല്ലോ സാറേ. സാറിന് പറയാനുള്ള സ്റ്റോക്ക് തീരുമ്പോ നമുക്ക് ആരെങ്കിലും വിളിക്കാം. സാറിന് പറയാനുള്ള പറഞ്ഞു കഴിയുമ്പോ. അടുത്ത് മാഗ്നറ്റിക് പോളാരിസ് ഓസ്ട്രാലിസ് എന്ന് പറയുന്ന ഇതുണ്ട്, മാഗ്നറ്റിക് എന്നുള്ള. അത് ഇന്റർ കറന്റ് മെഡിസിനായിട്ട് കൊടുക്കാം. ഒരമണിക്കൂർ മുമ്പേ ഡോക്ടർ ചോദിച്ചില്ലേ, തെരുതര പിള്ളേർക്ക് ഇങ്ങനെ മൂത്രം കൊടുക്കും. എന്താണ് മെഡിസിന്റെ പേരൊന്നുകൂടെ പറയുമോ സാറേ? മാഗ്നറ്റിസ്. അത് മതി. നെറ്റ് ഇഷ്യൂ ഉണ്ട് കേട്ടോ. പോയി കഴിയുമ്പം തോന്നും അങ്ങനെ. പിന്നെ ഇനി അധികമൊന്നും പറയാനില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോ, അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇനി പറഞ്ഞുകൊണ്ടിരിക്കും. ആർക്കെങ്കിലും പറയാനുണ്ടോ? സാർ എന്തായാലും ഇതിനകം തന്നെ ഒരുപാട് പറഞ്ഞല്ലോ. പിന്നെ ഈ സീനിയർ ഒരു പഠിച്ച ആതിരാശ്രമത്തിൽ പഠിച്ച പുള്ളിക്ക് പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റോട്. ഏതാണ്? ഫസ്റ്റ് ബാച്ച് ആതിരാശ്രമം ഹോമിയോപ്പതി കോളേജിൽ പഠിച്ചതാണ്. പുള്ളി ഹോമിയോ ഡോക്ടറാണ്. പ്രോസ്റ്റാറ്റിക് എൻലാർജ്മെന്റ് കേക്കാവോ? ആദ്യം പറഞ്ഞത് കേട്ടില്ല. അതായത് ഒരു സീനിയർ മോസ്റ്റ് ഡോക്ടർ, എന്റെ ഒക്കെ ഒത്തിരി സീനിയറാ. ഫസ്റ്റോ സെക്കൻഡ് ബാച്ച് ആതിരാശ്രമത്തിൽ പഠിച്ചതാ. അതിന്റെ കൂട്ടത്തില് ഇതും കൂടെ. അതിന് ഞാൻ ഈയിടെ കൊടുത്ത മെഡിസിന് ആരോസ് ആണ്. അതുകൊണ്ട് കുറഞ്ഞു. അതിന്റെ ലക്ഷണം എനൂറിസിസ് ഓഫ് ഓൾഡ് പീപ്പിൾ ഡ്യൂ ടു ദി എൻലാർജ്ഡ് പ്രോസ്റ്റേറ്റ്. അത് ഒരുപാട് പേർക്കുണ്ട്, പ്രായമായവർക്ക് ഉള്ള.
പുതിയ അറിവാണല്ലോ സാറേ. ആലോസിന് ഇങ്ങനെ ഒരു ആക്ഷൻ ഉണ്ട്. ഉള്ളത് ആലോസ് തന്നെയല്ല, കേട്ടിട്ടുണ്ടായിട്ടില്ല. 4-5 മെഡിസിൻ ഉണ്ട്. പക്ഷേ എനിക്ക് പുള്ളിയുടെ ഇതിൽ കൂടുതൽ പുള്ളിക്ക് ഇടയ്ക്കിടയ്ക്ക് മടവും ഇങ്ങനെ അറിയാതെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ആലോസ് സെലക്ട് ചെയ്യാൻ. ഇൻസെക്യൂരിറ്റി ഓഫ് റെക്ടം, ഇൻസെക്യൂരിറ്റി ഓഫ് ബ്ലാഡർ രണ്ടും കൂടെ വന്നാൽ മെഡിസിൻ കൊടുക്കേണ്ടത് ആലോസാണ്. അതുകൊണ്ടാണ് ഞാൻ സെലക്ട് ചെയ്തത്. 4-5 മെഡിസിൻ ഞാൻ കെൻട്രപ്പട്രി ഇന്നലെ വേറൊരു കേസിൽ അത് 4-5 മെഡിസിൻ ഉണ്ട്. അത് ഞാൻ കൂടുതൽ സെലക്ട് ചെയ്ത ആലോസ. ഓർമ്മ വരുന്നത് അങ്ങ് പറയുന്നതേ ഉള്ളൂ, അതൊന്നും ഓർക്കത്തില്ല. പിന്നെ അറിയാതെ വെസിക്കുലർ കൺട്രോൾ ആർജന്റൈൻ നൈട്രിക് അത് പേടി കൊണ്ടും പോകാം. അതായത് വല്ല സ്റ്റേജ് ഫിയറും ഒക്കെ ഉണ്ടെങ്കിൽ, ഫിയർ ഓഫ് സ്റ്റേജ് ഒക്കെ ഉണ്ടെങ്കിലും എന്നാലും മൂത്രം ഒഴിക്കുക കക്കൂസിലോ പോകേണ്ടി വരും ആർജന്റൈൻ നൈട്രിക്. പിന്നെ ബെൻഡോണ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്, ബെൻസോയിക് ആസിഡ് പറഞ്ഞതാണ്, കാൽക്കേറിയക്കാർ പറഞ്ഞ, കോസ്റ്റിക്കം പറഞ്ഞ, സീന പറഞ്ഞു. പിന്നെ പറയാത്ത വല്ലതും ഉണ്ട്, ക്രിസ്ത്യൻ പറഞ്ഞു, പറമ്പോസ് പറഞ്ഞില്ല. പറമ്പോസ് ഡേ ടൈമിൽ ഇതുണ്ടെങ്കിൽ മൂത്രം ഇങ്ങനെ തെരുതര പോകുന്നതിനുള്ള ഫസ്റ്റ് ഒരു മെഡിസിനാണ് പറമ്പോസ്. കാലിമോർ, പിന്നെ വേറെ മരുന്നൊന്നും ശരിയായില്ലെങ്കിൽ മാക്ഫോസും കാലിമൂറും ബയോകെമിക്കൽ റെമഡി കൊടുത്താലും കുറയും. പിന്നെ വേറൊരു മെഡിസിൻ വരാവുന്ന ബയോകെമിക്കല് കാലിപോസ്, യെല്ലോ യൂറിൻ. ഇങ്ങനെ പിടിപറ്റിയല്ല, പോകുന്നതിന് മുമ്പ് പോകും, അങ്ങ് ചെല്ലുന്നതിന് മുമ്പ് പോകും. കാലിപോസ് 6X നല്ലൊരു മെഡിസിനാണ്. ക്രിയോസോട്ടം പറഞ്ഞു, ഡാക്കനീനം പറഞ്ഞു, ലൈക്കോപ്പോഡിയം പറഞ്ഞു. പിന്നെ വേറൊരെണ്ണം പറയാതെ ഇരിക്കുന്ന ഒരെണ്ണം പ്ലാന്റാഗോ. ഈ പ്ലാന്റാഗോ മദർ ടിഞ്ചർ കൊടുക്കാം. ഞാൻ സാധാരണ രണ്ടും കൊടുക്കും കേട്ടോ, 0/3 കൊടുക്കും. ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞത് ഒരെണ്ണം പുൾമോണിൻ്റെ ആണെങ്കിൽ നമുക്ക് കൊടുക്കാവുന്ന മരുന്ന്, ഒന്നുകൂടെ പറയുന്നതേ ഉള്ളൂ, എംഫസിസ് ചെയ്ത് പറയാൻ വേണ്ടി പറയുന്നതാണ്, സോറിന. പിന്നെ വേറൊരു മെഡിസിൻ മദർ ടിഞ്ചറായിട്ട് കൊടുക്കാവുന്നതാണ് സബാർസെഡേറ്റ. പിന്നെ ഈ പരാലിസിസ് ഓഫ് ബൾബൈ, സ്പിൻറ്റർ ബൾബൈക്ക് പരാലിസിസ് വന്നാലും സബാർസെഡേറ്റ ഒരു നല്ല മെഡിസിനാണ്. കേൾക്കുന്നുണ്ടോ? കേൾക്കാം സാറേ. അപ്പൊ ആ. കഴിഞ്ഞോ സാറിന്റെ മകന്? വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ ആരെങ്കിലും വിളിക്കാം നമുക്ക്, അവർക്ക് എന്താ പറയാനുള്ളത് കേൾക്കാം. വേറെ ആരെങ്കിലും നോക്കട്ടെ, വിളിക്കാം. അത് ലേഡീസിന് പരാലിസിസ് ഓഫ് സ്പിൻറ്റർ ബൾബൈ, സ്പിൻറ്റർ ബൾബൈ അല്ല, വാൽവ്, സ്പിൻറ്റർ വാൽവ് ഓഫ് ദി യൂറിനറി ബ്ലാഡർ, സബാർസെഡേറ്റ ഒന്നാം തരം മെഡിസിനാണ്. സീക്കലിക്കോറും ഈ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് ഉണ്ടാകുന്ന ഇൻകോണ്ടിനൻസ് ഓഫ് യൂറിന് നല്ലൊരു മെഡിസിനാണ്. പിന്നെ സെനാഗ, പകല് കിടന്നുറങ്ങുമ്പോൾ മൂത്രം അറിയാതെ പോകുന്നതിനാണ് സെനേഗ. ചുമയ്ക്കുമ്പോഴും ഉണ്ടെന്നു. പിന്നെ ടിഞ്ചർ, പല മരുന്ന് കൊടുത്തിട്ടും കുറയാതെ വരുന്നതിന് ബർബാസ്കം എന്ന് പറഞ്ഞാൽ അത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇത്രയൊക്കെയാണ് പറയാൻ. ഇനി വേറെ ഒത്തിരി പേര് ഇവിടെ ഇരിപ്പില്ലേ, നമുക്ക് മറ്റുള്ളവരെ കൂടെ വിളിച്ചു നോക്കാം. സാറ് വെയിറ്റ് ചെയ്യുക, നമുക്ക് മറ്റുള്ള ഡോക്ടേഴ്സിനെ കൂടെ വിളിച്ചു നോക്കാം. ആരെയും വന്നില്ലെങ്കിൽ നമുക്ക് സാറിലേക്ക് തന്നെ തിരിച്ചു വരാം. തീർച്ചയായിട്ടും. എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായത് സാറേ, നമുക്കിപ്പോ ഒരു കാര്യം മനസ്സിലായത്, ഈ ന്യൂറിസിസം എന്ന് പറയുന്നതിന് ഒത്തിരി മെഡിസിൻ ഉണ്ട്. അതും നമ്മള് എളുപ്പം ഈസി ആയിട്ട് ഒരു മെഡിസിൻ കൊണ്ട് മാറ്റാന്ന് വിചാരിക്കണ്ട. അപ്പൊ അതും ഒരു അവരവരുടെ കോൺസ്റ്റിറ്റ്യൂഷനും അവരുടെ റീസണും എല്ലാം മനസ്സിലാക്കി അതെ, കോൺസ്റ്റിറ്റ്യൂഷൻ ചിലപ്പോൾ മയാസ്മാറ്റിക് ഇന്റർകറന്റ് ഒക്കെ വരും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മറിച്ചും ഒക്കെ വരും. ഒന്ന് കൊടുത്തിട്ട് കുറവില്ലെങ്കിൽ അടുത്തത് കയറി ശരിക്ക് കേസ് ടേക്കിങ് എടുത്തിട്ട് ശരിക്ക് അനലൈസ് ചെയ്ത് എവാലുവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കുറയ്ക്കും. ഞാൻ ഇതേപോലെ ഫെയിലാകാത്ത ഒരു കേസായി. അതായത് ഞാൻ 20-25 വയസ്സായി കല്യാണം കഴിച്ചിട്ട് കിടന്ന് മുള്ളുന്ന നാണക്കേട് കൊണ്ട്
ചെറുക്കൻ്റെ കൂടെ പോകാത്ത പെണ്ണുങ്ങൾക്ക് വരെ കൊടുത്ത് കുറച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊരു ആ, എന്താണ് എല്ലാരും പുറത്തു പറയാൻ പോലും വിഷമിച്ച് ആ, കഷ്ടപ്പെടുന്ന ഒരു കഴിഞ്ഞ ഒരു കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണുങ്ങള് പെണ്ണും കർത്താവിന്റെ കൂട്ടത്തിൽ കിടന്ന് മൂത്രമൊഴിച്ചെന്ന് പറഞ്ഞാൽ എന്തൊരു നാണക്കാട്. പണ്ടൊക്കെ ഇത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പൊ ഇതങ്ങനെ ആരും പറയുന്നില്ല, നാണക്കേട് കൊണ്ടായിരിക്കും. എന്തായാലും നമുക്കത് ഒരുപാട് സ്കോപ്പുള്ള ഒരു മേഖലയാണ്. അത് ചില ആണുങ്ങളിലും ഉണ്ട്, ചില ഒത്തിരി ആണുങ്ങളിലും ഉണ്ട്. ഒത്തിരി മെഡിസിൻസും ഉണ്ട്. ഇനി നമുക്ക് ആരെ വിളിക്കാം? ഹരിഹരൻ സാർ ഉണ്ടോ? ഹരിഹരൻ സാറ്, സലീം കുമാർ ഡോക്ടർ ഒക്കെ ഉണ്ട്. ഹരിഹരൻ സാർ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യോ? ഞാനിന്ന് കയറാനിരുന്നതല്ല, നമ്മുടെ ഡോക്ടർ ഞാൻ കിടന്നതാ, അവിടുന്ന് പിടിച്ചു പൊക്കിയതാ. എന്തായാലും വളരെ സന്തോഷം സാർ, ഇത്രയും കാര്യങ്ങൾ, ഇത്രയും മെഡിസിൻ സാറ് പറഞ്ഞില്ലേ അതിന്റെ ഇൻഡിക്കേഷൻസ്. അപ്പൊ നമുക്ക് അപ്പൊ അത്രയും ഒരു പ്രയോജനം. എന്തായാലും ഒരു കേസ് വരുമ്പോ ഇന്നതൊക്കെ ചിന്തിക്കാം എന്നുള്ളത് പറഞ്ഞല്ലോ. ഹരിഹരൻ സാറ് ഉണ്ടോ? ഹരിഹരൻ സാർ ഉണ്ടോ? സലീം കുമാർ ഡോക്ടർ ഉണ്ടോ? ആരെങ്കിലും പറയാൻ പറ, പേരെടുത്ത് പറയണ്ട, അതിലുള്ള ആരെങ്കിലും അവരൊക്കെയാണല്ലോ അതെ, അവരൊക്കെയാണല്ലോ എപ്പോഴും വരുന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ. പിന്നെ ഇനി വേറെ ആർക്ക് വേണമെങ്കിലും അവരവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ നന്നായിരിക്കും. ഏലിയമ്മ ഡോക്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഏലിയമ്മ ഡോക്ടർ വീഡിയോ ഓൺ ചെയ്തിരിക്കുകയാണ്. നല്ല ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഏലിയമ്മ ഡോക്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? സലീം കുമാർ ഡോക്ടർ ഉണ്ടോ? പിന്നെ ലേഡീസ് ഒക്കെ ഒത്തിരി പേരുണ്ട്. എനിക്ക് ഡോക്ടേഴ്സിന് ആർക്കും സംശയം, കുറുപ്പ് സാറിനോട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, കേസ് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ അവരവരുടെ എക്സ്പീരിയൻസ് ഹാൻഡ് റൈസ് ചെയ്തൊന്ന് ഷെയർ ചെയ്യാം. അപ്പൊ ആർക്ക് വേണമെങ്കിലും പറയാം. ആരും ഇല്ലെങ്കിൽ ഞാൻ ആരുമില്ലെങ്കിൽ കുറുപ്പ് സാറ് പറയും. ആരും ഇല്ലെങ്കിൽ കുറുപ്പ് സാറ് പറയും. എങ്ങനെയാലും 10-15 മിനിറ്റ് കൂടെ ഉണ്ട്. വേണ്ടവരെ ആദ്യം കൈ പൊക്കിക്കോണം, അല്ലെങ്കിൽ അത് തന്നെ. പിന്നെ അവസാനം 1 മിനിറ്റ് സമയം കിട്ടിയില്ല പറയാൻ. 5 മിനിറ്റ് ഉള്ളപ്പം വന്നാ വലിയ ബുദ്ധിമുട്ടാവുകയായിരുന്നു. നേരത്തെ പറഞ്ഞത്. ലേലം വിളിക്കുന്ന മാതിരിയാ. ലേലം വിളിച്ച് 1 തരം 2 തരം 3 തരം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇല്ല. അത് തന്നെ, ആരും പറയുന്നില്ല. ലതാ മനോഹരൻ ഡോക്ടർ, ഏലിയാമ്മ ഡോക്ടർ ഏലിയാമ്മ ജോർജിനെ ഇതിനകത്ത് കാണുന്നുണ്ടല്ലോ. ഏലിയാമ്മ ജോർജിനൊന്നും പറയാനില്ല. പറഞ്ഞു. ഇനി മ്യൂട്ട് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ ഡോക്ടറെ? അൺമ്യൂട്ട് ചെയ്യാം. വരുന്നുണ്ട്. ലതാ മനോഹരൻ എന്നും ചോദ്യം ചോദിക്കുന്ന ലതാ മനോഹരൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഏലിയാമ്മ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്താൽ മതി. അൺമ്യൂട്ട് ചെയ്യണേ ഡോക്ടർ. ഏലിയാമ്മ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ലതാ മനോഹരൻ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ആ, പറഞ്ഞോളൂ ഡോക്ടർ. ലത ഡോക്ടറെ പറഞ്ഞു. ഒരു കുഞ്ഞിന് 8 വയസ്സുള്ള ഒരു കുഞ്ഞിന് എക്സ്പീരിയൻസ് അല്ല, ക്വസ്റ്റ്യനാ. പിന്നെ 8 വയസ്സുള്ള ഒരു കുഞ്ഞിന് മുടി ഇഷ്ടം പോലെ ഉണ്ട്, നിറച്ച് പേനാണ്. അതിനെന്താണ് നമുക്ക് കൊടുക്കാവുന്ന? സോറിനം ഒരു 200 വണ്ണമോ ഡിവൈഡഡ് ഡോസ് കൊടുത്തതിന് ശേഷം, ഇന്നലെ ഞാൻ പറഞ്ഞതാണല്ലോ, സ്കിൻ ഡിസീസിൽ സ്റ്റാഫിസാക്രിയ മദർ ടിഞ്ചർ വെളിച്ചെണ്ണ മിക്സ് ചെയ്തിട്ട് പരട്ടണം കുടിക്കുന്നതിന് മുമ്പ്. കാരണം സ്വർണം കൊണ്ട് അത് ഓടിപ്പോക്കോളും, അതിനവിടെ ഇരിക്കാൻ പറ്റിയല്ല. ഞാൻ ഒരുപാട് കേസ് കുറച്ചിട്ടുണ്ട്. കാരണം എൻ്റെ ഒരു വേദനയ്ക്ക് എന്നാ പരട്ടിയാലും ഒരാഴ്ച 2 ആഴ്ച പിന്നെയും പേനായിരിക്കും മുഴുവൻ. ഞാൻ സ്വർണം കൊടുത്തു, പിന്നെ പേനേ കയറിയിട്ടില്ല. പേന് തന്നെയല്ല, മൂട്ട പോലും കടിക്കുകയല്ല. കട്ടിലെ കിടന്ന മൂട്ട പോലും കടിച്ചിട്ടില്ല, സ്വർണം കൊടുത്ത അത്ര തന്നെ മരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് ലതാ മനോഹരൻ ഡോക്ടർ. ഡോക്ടർ ഇന്നലെ ഞാൻ നോക്കേ ഡോക്ടർ PK നമ്പൂതിരി പറഞ്ഞതാണല്ലോ ഈ തലയിലെ പേരിന്റെ കാര്യം. മറന്നുപോയ 2-3 ദിവസമായിരുന്നു.
ടീച്ചർ. കൂടാതെ നമ്മുടെ ഹോമിയോപ്പതിയുടെ തന്നെ ഒരു കമ്പനിയുടെ ഒരു ഷാമ്പുവും കൂടെ ഉണ്ട് കേട്ടോ, വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ആന്റി ലൈസ് ഡോക്ടർക്ക് അനുഭവം ഉണ്ടോ? ഡോക്ടർക്ക് അനുഭവം ഉണ്ടോ? ഉണ്ട്. ഉണ്ടെങ്കിൽ എന്നാ അതിന്റെ പേരെന്നാ? സണ്ണി കമ്പനിയുടെ ആന്റി ലൈസ് ഷാമ്പു എന്നാണ് അതിന്റെ പേര്. ഇതിനകത്ത് ഇത് ഒരു കണ്ടന്റ് ഇതായിരിക്കും, ടാപ്പി സാക്രി ആയിരിക്കും. ആന്റി ലൈസ് ഷാമ്പു എന്ന് എഴുതി കൊടുത്താൽ മതി. ശരി, താങ്ക് യു സാറേ. താങ്ക് യു ശൈല ഡോക്ടർ. ഓക്കെ. ഇനി എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ഈ നെക്ടേണൽ ന്യൂറിസിസിനെ കുറിച്ച് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ വരണം. കുറച്ച് സമയം കൂടെ ഉള്ളൂ, 10 മിനിറ്റ് ഉണ്ട്. ഹരിഹരൻ സാറ്, സലീം കുമാർ ഡോക്ടർ എന്നും പറയുന്നവരൊക്കെയാണ്. പുതിയ ഡോക്ടേഴ്സിനും പറയാം. എല്ലാവർക്കും സ്വാഗതം. ഒരു അഭിപ്രായം, ഒരു പ്രത്യേക ഒരു അറിയിപ്പ് കൂടെ ഉണ്ട്. നമ്മുടെ ഇനി കുറച്ച് ദിവസത്തേക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യത്തില്ല. കാരണം നമുക്കിപ്പോഴ് ഒരു വീഡിയോ വാക്സിനെതിരായിട്ട് നമ്മുടെ ആൾക്കാർ സംസാരിച്ചു എന്ന് പറഞ്ഞ് യൂട്യൂബുകാർ അത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അത് പഴയ ഒരു വീഡിയോ ആണ്. അപ്പൊ പഴയ വീഡിയോസ് ഒക്കെ നമ്മളിങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈയിടെയായിട്ട്. ഒരു 300-ന് ശേഷമുള്ള വീഡിയോസ് കുറെ അപ്ലോഡ് ചെയ്യാനുണ്ട്. അതിങ്ങനെ അപ്ലോഡ് ചെയ്തിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് ഇനി കുറെ ദിവസത്തേക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ആകത്തില്ല. അതുകൊണ്ട് എല്ലാവരും തന്നെ ഇനി ഡയറക്റ്റ് ആയിട്ട് വെബിനാറിൽ പങ്കെടുത്ത് ക്ലാസ്സുകൾ കേൾക്കണമെന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. അപ്പൊ കുറച്ച് ദിവസം കഴിയുമ്പോഴോ ഡോക്ടറെ ഇതിന് മാറ്റം വരുമോ? അവര് മാറ്റം ഇടയ്ക്ക് നാളോ അതുപോലെ ഉണ്ടായതാണ്. അത് മാറിക്കഴിയുമ്പോൾ നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്യും. അപ്പൊ ആ സമയങ്ങളിലെ വീഡിയോസ് ആയിരിക്കും ആദ്യം അപ്ലോഡ് ചെയ്യുന്നത്. പിന്നീട് പഴയ വീഡിയോസിന്റെ കൂട്ടത്തിലേ ഇത് പിന്നീട് അപ്ലോഡ് ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലെ വീഡിയോസ് കഴിയുന്നതും വരാൻ താമസിക്കും. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ എല്ലാവരോടും പറയണം, നിങ്ങൾ എല്ലാവരും ക്ലാസ്സുകളിൽ പങ്കെടുക്കുക. അത് കഴിഞ്ഞിട്ട് വീഡിയോസ് പിന്നീട് വരുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് കാണാം. യൂട്യൂബിലെ പഴയ വീഡിയോസേ ഇനി കാണാൻ പറ്റുള്ളൂ. അതൊരു പ്രത്യേക അറിയിപ്പായിട്ട് എല്ലാവരും മനസ്സിലാക്കണമെന്നൊരു അഭ്യർത്ഥനയുണ്ട്. ഓക്കെ. അപ്പം ധനേഷ് ഡോക്ടറുടെ അറിയിപ്പ് എല്ലാവരും കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? ആരും വരുന്നില്ല കുറുപ്പ് സാറ്. അപ്പൊ നമുക്ക് ഞാന് ആദ്യം സലീം ജസ്റ്റ് ഒന്ന് ഒരാൾ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട് സാറേ. സാറേ ഇല്ല സാറേ, എനിക്ക് ഈ കാര്യത്തില് അധികം കേസുകൾ കിട്ടിയിട്ടില്ല, അധികം അനുഭവങ്ങളും ഇല്ല. അതിനകത്ത് എന്തെങ്കിലും അത്ഭുതങ്ങൾ പോലെ നടത്തിയിട്ടില്ല. പലതുമൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അപൂർവമായിട്ട് ചിലത് പറ്റാതെ ഉണ്ട് അല്ലാതെ. അതുകൊണ്ട് പിന്നെ ഈ കഫ് ഇത് യൂറിനേഷൻ അത് ചിലതിനകത്ത് കോസ്റ്റിക്കൊന്നും ഏക്കാതെയൊക്കെ വന്നിട്ടുണ്ട്. ഞാനങ്ങനെ ബുദ്ധിമുട്ടിയത് ഓർക്കുന്നുണ്ട്. പക്ഷെ എനിക്കിപ്പോ ഒന്നും പറയാനില്ല ഇക്കാര്യത്തില്. കോസ്റ്റിക്കം, സ്ക്വില്ല, നേട്രമുറ് ഇതൊക്കെ നോക്കാം ഡോക്ടറെ. അതെ. ലതാമനോഹരൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തല്ലോ, അറിയാതെയാണോ? ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഡോക്ടറെ? അൺമ്യൂട്ട് ചെയ്തേ. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിക്കാൻ വന്നതേ, ഈ വിയർപ്പ്, ഭയങ്കര മണമുള്ള വിയർപ്പ്, അതിന് പറ്റിയ മെഡിസിൻസ്. ഫവർ സ്മെല്ലിംഗ്. ഫൗൾ സ്മെല്ലിംഗ് വിയർപ്പ്, കുറുപ്പ് സാർ കേൾക്കുന്നുണ്ടോ? അൽക്കേരിയ കാർബ്, ക്രിയോസോട്ട് ഇതൊക്കെ വരും. സാറ് മ്യൂട്ടാണ്. സാറേ ഒന്നുകൂടെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ സാറേ. ഈശയുണ്ട്, കാർക്കേറിയ കാർബുണ്ട്. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്നൊരു തക്കാല കുറവ് കിട്ടാൻ ഞാൻ ഡോക്ടറോട് ഈയിടെ പറഞ്ഞതാണല്ലോ ഡോക്ടറെ, ഇന്നലെയോ മിനിഞ്ഞാന്നോ മറന്നുപോയാ? ഡോക്ടറെ അത് എഴുതിയില്ലേ ഡോക്ടർ? സാറിന് എഴുതി വയ്ക്കുന്ന പതിവുണ്ടല്ലോ. ഫൗൾ സ്മെല്ലിംഗ് സ്വെറ്റ്. ഫൗൾ സ്മെല്ലിംഗ് ആയില്ലേ? അത് മാത്രമുള്ള, വേറൊന്നുമില്ല എന്റെ കൂട്ടത്തിൽ. അത് പറയാനേ ഉള്ളൂ. എനിക്ക് റെഡിമെയ്ഡ് ഒന്നും ഇല്ല കേട്ടോ.
ആ എല്ലാം പഠിച്ച് കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. ഞാൻ അത് ഡോക്ടർ നേരിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യും. വേറെ കുറച്ച് സിംറ്റം കൂടെ കിട്ടണം. ആ ശരി സാർ. കുറച്ചുകൂടെ ശരിക്കും എടുക്കണേ കേസ്. ഞാൻ ചോദിക്കുമ്പോ ഞാനത് ചോദിച്ചില്ല എന്ന് പറയരുതേ. കേസ് ശരി സാർ. സ്റ്റേജിലാണോ അതോ വെറുതെ ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞാണോ? ഇത് തൽക്കാലം കുറവ് കിട്ടാനായിട്ട് ഒരു മരുന്ന് ഞാൻ പറഞ്ഞുതരാം. ജബറാണ്ടി മദർ ടിഞ്ചർ കൊടുത്താൽ മതി, ഇമ്മീഡിയറ്റ് കുറയും. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കറക്റ്റ് പഠിക്കാതെ കൊടുത്താൽ അത് വീണ്ടും വരും. ജബറാണ്ടി ശരി സാർ. താങ്ക് യു സാർ. കയ്യേലാണോ കാലേലാണോ കഷ്ടത്തിലാണോ എവിടെ? കഷ്ടത്തിലാണ്. അത് ഞാൻ നോക്കിയിട്ട് പറയാം ഡോക്ടറെ. ഡോക്ടർക്ക് ഏതായാലും എന്റെ നമ്പർ അറിയാവല്ലോ. നോക്കിയിട്ട് കേസ് ഞാൻ ചോദിക്കുമ്പം ചോദിച്ചില്ല എന്ന് പറയരുത്. ഞാൻ എല്ലാം ചോദിക്കും. 8 വരെയുള്ളത് ചോദിക്കും. മെന്റൽ സിംറ്റംസ് ഒക്കെ ചോദിക്കും. അന്നേരം സാറിന്റെ ചോദ്യങ്ങളൊക്കെ നേരിടാൻ തയ്യാറായിട്ടിരുന്നു. ഇരുന്നോണം. അത് കറക്റ്റ് മെഡിസിൻ കിട്ടാൻ വേണ്ടി. അതുവരെ ജബ്രാണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ഞാനത് ഒരു 5 മിനിറ്റ് ആലോചിച്ചിട്ടാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ മിനിഞ്ഞാന്ന് പറഞ്ഞതാണ് ഡോക്ടറോട് ഒരിക്കൽ ചോദിച്ചപ്പം. മറന്നുപോയോ? അത് എന്നെക്കാട്ടി മറന്നുപോയായിരുന്നു സാറേ. ജബ്രാണ്ടി ഞാൻ പറഞ്ഞതാ. മിനിഞ്ഞാന്ന് ഇതേ ചോദ്യം തന്നെ എന്നോട് ആരോടോ ഒരിക്കൽ ചോദിച്ചു. ഡോക്ടർ തന്നെയാണ് ചോദിച്ചത്. പിന്നെ 5 മിനിറ്റ് ഉണ്ട്. ആരും പറയാനില്ലെങ്കിൽ ഞാനങ്ങ് തുടരുക. സാറ് പറഞ്ഞോളൂ. സാനിക്കുല ഒന്ന് നോക്കണേ ഡോക്ടർ. സാനിക്കുല. ഓക്കെ. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ. ഇനി എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകളുണ്ടോ കുറുപ്പ് സാറിന്? ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ എങ്ങാണ്ട് എഴുതിയിട്ടിട്ടുണ്ട്. ആ പേജാ നോക്കുന്നത്. നോട്ട് എപ്പോഴും ഞാൻ എഴുതി. അത് ഒത്തിരി നാൾ മുമ്പ് എഴുതിയിട്ടോ. അത് നോക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട മരുന്നുകൾ ബെൻഡോണ പറഞ്ഞ, പൾസാറ്റില, പോസ്റ്റിക്കം, കാൽക്കേറിയ, മെർസോൾ ഞാൻ പറഞ്ഞില്ല, സൾഫർ അതും പറഞ്ഞ, സൈലീഷ്യ ഇതൊക്കെയാണ്. വലിയ അടച്ചിലാണെങ്കിൽ കാലിക്കാർ ഒന്നാന്തരം ഒരു മെഡിസിനാണ്. ഇത് ഏതിനാണ് സാർ പറയുന്നത്? ന്യൂറോസിസിനാണോ? അതെ. വെറ്റിങ്. ഓ. പിന്നെ ഈ കതീട്രൈസേഷൻ കഴിഞ്ഞിട്ട് വെറ്റിങ് വരികയാണെങ്കിൽ മാക്കോസ് കൊടുക്കാം. കതീട്രൈസേഷൻ കഴിഞ്ഞിട്ട് എവിടെയും എന്തെങ്കിലും അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ചൊന്ന് മൂത്രമൊഴിക്കാൻ പ്രയാസമായിരിക്കും. അവർ ഈ ബെഡ് പാനൊക്കെ കൊണ്ടുവരും, മൂത്രത്തിനുള്ള ഒരു ക്യാനൊക്കെ കൊണ്ടുവരും. നമുക്ക് അവിടെ വെച്ച ആശുപത്രിയിലോട്ട് ഇത് മൂത്രമൊഴിക്കാൻ പാടാണ്. അതിനുള്ള വേറൊരു മെഡിസിൻ നേട്രമോണാണ്. എല്ലാരും വിൽക്കുന്നിടത്ത് മൂത്രം ഒഴിക്കാൻ പ്രയാസമുള്ള വേറൊരു മെഡിസിൻ. അതുകൊണ്ട് അറിയാവുന്ന പറഞ്ഞോണം. കതീട്രൈസേഷൻ കൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് മിക്കവാറും അവരത് റിമൂവ് ചെയ്യാൻ. പിന്നെ നമുക്ക് മൂത്രം ഒഴിക്കാൻ ഇച്ചിരി പാട് വരും. അങ്ങനെ ഉണ്ടെങ്കിൽ മാക്കോസ ഒരു ഹാബിറ്റായിട്ടാണ് ഇക്വസ്റ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ. പിന്നെ തൈറോയിഡിനും ഒരു ഇന്റർകറന്റ് ആയിട്ട് കൊടുക്കാം. കേൾക്കുന്നുണ്ടോ? പിന്നെ കണ്ടമാനം ജോലി ചെയ്തിട്ട് മൂത്രം പോവുകയാണെങ്കിൽ, പോവുകയാണെങ്കിൽ, അറിയാതെ പോവുകയാണെങ്കിൽ സബാൾ സെറുലേറ്റർ. തല താഴ്ത്ത് വെച്ചിട്ട് പോവുകയാണെങ്കിൽ സൈലീഷ്യ. മെൻസ്ട്രേഷന്റെ സമയമാണെങ്കിൽ ഞാൻ പറഞ്ഞതാ എനിക്ക് വന്ന ഹയോസിയാമസ്. ഫുൾമൂണിലാണെങ്കിൽ സോറിനം, അതും പറഞ്ഞതാണ്. അതിരാവിലെയാണ് ഒഴിക്കുന്നതെങ്കിൽ കാർബോവൈലാണ്. നമ്മൾ ഫസ്റ്റ് നൈറ്റാണ് പറഞ്ഞത്. അത് വെളുപ്പിനെ ഒഴിച്ചു കഴിഞ്ഞാൽ കാർബോവൈലാണ്. പിന്നെ വലിയ പ്രായമുള്ളവരിലാണെങ്കിൽ അപ്പോസൈനം വരാം, ബെൻസോയിക് ആസിഡ് വരാം. ഞാൻ മിക്കവാറും എണ്ണത്തിനകത്തും കാരിബോസ് 6X കൊടുക്കാറുണ്ട്. പ്രഗ്നൻസിയിലാണെങ്കിൽ കൊഡോഫൈലാണ്. സ്ലീപ്പിൽ പോസ്റ്റിക്കം ഉണ്ട്, ക്രിയോസോട്ട് ഉണ്ട്, ഫോസ്ഫോറിക് ആസിഡ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അതായത് ലീറ്റർ പാട്ട് ആതിര കഴിഞ്ഞിട്ടാണെങ്കിൽ അത് എനിക്ക് നോക്കണം. അതിൻ്റെ പേരെനിക്ക് അത്ര പിടി കിട്ടിയില്ല. ഓട്ടെ, ഞാൻ എഴുതിയിട്ടുണ്ടോ? എഴുതിയത് ശരിയായി.
ഈ ബാം ട്രബിൾ കൊണ്ടാണെങ്കിൽ സൈലീഷ്യായും നല്ലൊരു മെഡിസിനാണ്. പിന്നെ ഈ കോയിഷൻ പേടി ഉണ്ടായിട്ട് മൂത്രം പോകും. കോയിഷൻ പേടിയായിട്ട്, അത് പ്രത്യേകിച്ച് ആണിനും വരാം പെണ്ണിനും വരാം. ലൈക്കോപ്പോഡിയാണ്. ഈ കൺവെൻഷൻ പിള്ളേരിലൊക്കെ കൺവെൻഷൻ ഉണ്ടാകുമ്പോൾ വരികയാണെങ്കിൽ വലിയവരിലും അത് വരാം. ഓസ്റ്റിക്കം അത് പറഞ്ഞതാണ്. അതുകൂടാതെ കുപ്രം, പ്ലംബം, സിങ്കം കൂടെ വരാം. പിന്നെ കൺവെൻഷൻ്റെ ആണെങ്കിൽ ബഫോറാണ്. കൺവെൻഷൻ എപ്പിലെപ്റ്റിക് കണ്ടീഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ബഫോറാണ് ഒരു നല്ല മെഡിസിനാണ്. ഞാൻ ഒരു കേസ് പറയാം. എനിക്കൊരു 26 വയസ്സുള്ള ഒരു ക്ലർക്ക് ഒരു കമ്പനിയിൽ, അവന് ഈ കൺവെൻഷൻ വരുമായിരുന്നു. കൺവെൻഷൻ വരുമ്പം അവന് ഈ മൂത്രം അറിയാതെ ഇങ്ങനെ പോകും. അതുപോലെ ലൈറ്റ് അഗ്രവേഷൻ, പിന്നെ മാസ്റ്റർബേഷൻ, അതിൻ്റെ അകത്ത് ഈ ബഫോറാണ് പറഞ്ഞു. ഓർമ്മ വന്നപ്പോൾ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നമ്മൾ പറഞ്ഞ കോസ്റ്റിക്കം. പിന്നെ ഒന്ന് പറയാതെ ഉള്ളത് ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസ് ഉണ്ട് കപ്പിങ്ങിൽ. അമ്മയ്ക്കാണെങ്കിൽ ഓൾച്ചിക്കം വന്നിരുന്നു. പിന്നെ പ്രഗ്നൻസിയിൽ അമ്മയോടുകൂടി മൂത്രം പോകണമെങ്കിൽ ഓക്കുലസാണ്. പകലും ഇതാ വരുന്നെങ്കിൽ അത് ഞാൻ മുമ്പേ ഒന്ന് പറഞ്ഞതാണ്, പെറമ്പോസാണ്. ഡ്രീംസ് ഡോക്ടർ മുമ്പേ സെനാഗായും പറഞ്ഞു, ക്രിയോസോട്ടും സെനാഗായും പറഞ്ഞു. ഡോക്ടർ പറഞ്ഞ് സെനാഗ അതൊരു മെഡിസിനാണ്. ഇപ്പം പ്ലാറ്റസ്, ഈ ഇൻവോളണ്ടറി യൂറിൻ്റെ കൂട്ടത്തിൽ പ്ലാറ്റസ് പാസ് ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ മൂത്രം പോവുകയാണെങ്കിൽ പൾസാറ്റ സപ്പർ മൂറിയാറ്റിക് ആസിഡ്. പേടി കൊണ്ടാണ് ഓപ്പിയം സെപ്പിയാണ്. സ്പീഡ് കൂടുന്നുണ്ടോ? ഭയങ്കര സ്പീഡ് കൂടിയ ഏകദേശം നമുക്കുള്ള സമയം കഴിയാറായി സാറേ. എന്നാ നിർത്തിയാക്കട്ടെ. ഓക്കെ, അതിന്റെ ചെയ്യാം. ഓക്കെ, ചെയ്തു. സമയമായല്ലോ. സമയമായി. ആ ഫ്ലാറ്റസിന്റെ അതൊന്ന് പൾസാറ്റില മുറിയാറ്റിക് ആസിഡ് കാർബോവേജ്. ഏതായാലും ആരും മുന്നോട്ട് വന്നില്ല. ഞാൻ എന്നെ വിളിച്ചുണർത്തി കൊണ്ടുവന്നാണ് സാർ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. എന്തായാലും നമ്മുടെ ഈ ചർച്ച ഒരു വിജയമാക്കിയ കുറുപ്പ് സാറിന് നന്ദി പറയുന്നതിന് വേണ്ടി ഞാൻ ഡോക്ടർ ലതാ മനോഹരനെ ക്ഷണിക്കുന്നു. എനിക്കല്ല നന്ദി പറയേണ്ടത് ഡോക്ടർ ധനേശ. അദ്ദേഹം എന്തുമാത്രം എഫേർട്ട് എടുക്കുന്നുണ്ട്. ധനേഷ് ഡോക്ടർക്ക് നന്ദി എപ്പോഴും ഉണ്ടല്ലോ. ഇതിപ്പോ ക്ലാസ് എടുത്ത സാറിനുള്ള നന്ദിയാണ്. നന്ദി ശൈല ഡോക്ടറെ. കുറുപ്പ് ഡോക്ടർ പറഞ്ഞത് വളരെ ശരിയാണ്. ധനേഷ് ഡോക്ടറുടെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റാത്ത അത്ര വലുതാണ്. കാര്യം എന്ന് വെച്ചാൽ ഏത് നിമിഷവും ഇതിന്റെ പുറകെ നടക്കുന്ന ഒരു വലിയ ഒരു മനസ്സും അത്രയും ഒരു ത്യാഗത്തിന്റെ പോലെയാണ് ഹോമിയോപ്പതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അപ്പം കുറുപ്പ് സാറാണെങ്കിലും ഏത് സമയത്ത് വിളിച്ചാലും നമുക്ക് വേണ്ടി ആ മഹാസാഗരത്തിനകത്തുനിന്നുള്ള അറിവുകളെല്ലാം ഇങ്ങനെ ഒഴുക്കി ഇങ്ങനെ തരും. അത് ഞങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമാണ്. IFPHന്റെ പേരിലും എൻ്റെ പേരിലും ഇവിടെ പങ്കെടുത്ത എല്ലാ ഡോക്ടർമാരുടെ എല്ലാവരുടെയും പേരിൽ നന്ദിയും നമസ്കാരവും പറയുന്നു. നന്ദി പറഞ്ഞ ലതാ മനോഹരൻ ഡോക്ടർക്ക് പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഡോക്ടർ രണ്ടുപേർക്കുള്ള നന്ദിയാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. എന്തായാലും നമ്മുടെ സമയം, ഇന്നത്തെ മലയാളം സെഷന്റെ സമയം അവസാനിക്കാറായി. മനോജ് ഡോക്ടർ പറഞ്ഞ പോലെ നാളെ മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമാണ്. എന്തായാലും ഇന്നുണ്ടായിരുന്ന എല്ലാ വനിതകളും കുറച്ച് കൂടുതലും ഈ നാളത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കണം. അതുപോലെ തന്നെ എല്ലാ പുരുഷജനങ്ങളും ഡോക്ടേഴ്സ് എല്ലാവരും ഹോമിയോപ്പതി സ്നേഹികളും എല്ലാവരും നാളത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്ത്
നാളത്തെ പ്രോഗ്രാം ഒന്ന് ഗംഭീരമാക്കാൻ എല്ലാവരും ശ്രമിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മലയാളം സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭരാത്രി. ശുഭരാത്രി. ഓക്കെ.